അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുപ്രഭാതം വരതുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിലെ ഒരു പ്രധാന എക്സർസൈസ്, ആത്മീയ അഭ്യാസം, അരമണിക്കൂർ വചനം വായിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഒരു 20 മിനിറ്റ് വചനം വായിച്ചിട്ട് 20 മിനിറ്റ് നിങ്ങൾ 10 മിനിറ്റെങ്കിലും വെറുതെ കൂളായിട്ടിരിക്കണം. മനസ്സിനെ കാം ഡൗൺ ചെയ്ത് കൂളായിട്ടിരിക്കണം. ഇങ്ങനെ എല്ലാ വിഷയം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഭാഷണം പറയരുത്, നിങ്ങൾ എടുത്തു ചാടി മറുപടി പറയരുത്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രഭാഷകൻ 11:8 വചനങ്ങളും അതിൻ്റെ പരിസരത്തുള്ള വചനങ്ങളൊന്ന് വായിക്കേ. പ്രഭാഷകൻ 11-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകൻ പറയുന്നത് 7. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്കു കയറി പറയരുത്. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പാപികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാകരുത്. അതായത് ഇതിൻ്റെ അകത്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ പല വിഷയങ്ങളും. ഇപ്പം ഞാൻ എപ്പോഴും അമ്മയെ കാണുമ്പോഴേ അമ്മയുടെ മനസ്സില്ലേ, അമ്മയുടെ മനസ്സ് പറയാൻ വേണ്ടി എപ്പോഴും ബൈബിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എല്ലാ വിഷയങ്ങളും. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. എടുത്തയാടി മറുപടിയില്ല. പിന്നെ എന്തെങ്കിലും ഇല്ലാത്തത്, കേൾക്കുന്നതിന് മുമ്പ് മറുപടിയില്ല. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പിന്നെ ആദ്യം ആലോചന പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. അപ്പൊ ഇതിനെല്ലാം കൂടി എടുത്തിട്ടാണ് ഒരു മരിയൻ ബിഹേവിയർ ഫോം ചെയ്യണത്. എന്താണ് ഇതിൻ്റെ കണ്ടൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കണ്ടന്റുകൾ. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പം ഹൃദയത്തിലേക്ക് ഇപ്പം നമ്മൾ ഈ മരുന്നൊക്കെ വായിക്കത്തില്ലേ, ചില ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ്റെ ഇഞ്ചക്ഷനൊക്കെ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ പോളിയോയുടെ ഇഞ്ചക്ഷൻ തന്നെ എടുത്താലും അപ്പോൾ ഗവൺമെൻറ് ഓർഡർ ഇടും, നാളെ പോളിയോയുടെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പോളിയോയുടെ ഇഞ്ചക്ഷൻ ആ ദിവസം പോളിയോ ഇഞ്ചക്ഷൻ കഴിയണവരെ ആ വാക്സിൻ ആ സ്ഥലത്ത് കറണ്ട് പോകത്തില്ല. എല്ലാ ഫ്രിഡ്ജും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കറണ്ട് അവിടെ കൊടുക്കും. അതെന്താ കാര്യം? എല്ലാ മരുന്നിലും എഴുതിയിട്ടുണ്ട്, കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ആ ഹൃദയത്തിൽ മറിയത്തിൻ്റെ ഹൃദയം ഒരു കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസാണ്. അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകത്തില്ല. എന്തിനാണ് ഈ ഡാർക്ക് പ്ലേസിലൊക്കെ വെക്കുന്നത്? കൂളായിട്ടുള്ള സ്ഥലത്ത്. ഹീറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ വൈറസിൻ്റെ ഇപ്പം ആൻറ്റി ബാക്ടീരിയയൊക്കെ ഉള്ള നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കെമിക്കൽ മോളിക്യൂള് ഈ മരുന്നിലുണ്ട്. പക്ഷേ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂലകത്തിന് തന്മാത്ര ചേഞ്ച് വരും. അത് വേറെ ഒരു സാധനമായിട്ട് മാറും. അതുകൊണ്ടാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. മരുന്ന് മാറിപ്പോവും. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പിരിൻ എന്നും പറഞ്ഞൊരു മരുന്നില്ലേ, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അതിന് ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ തന്മാത്ര ചേഞ്ച് ചെയ്തിട്ട് 2 ആസിഡായിട്ട് മാറും.
ഒന്ന് ഈ ത്വക്ക് രോഗത്തിനൊക്കെ പറ്റുന്ന സാലിക്രിക് ആസിഡ്, രണ്ടാമത്തത് വിനാഗിരിയായിട്ട് മാറും. ആ കെമിക്കൽ ചേഞ്ച് വരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് നടക്കത്തില്ല. ഇതന്നെ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസിൻ്റെ വിഷയം. നമ്മുടെ ബിഹേവിയറിൽ എപ്പോഴും ഈ കൂൾ ആൻഡ് ഡാർക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും എല്ലാവരോടും പറയാനുള്ളതല്ല, കുറച്ച് ഡാർക്ക് ഉണ്ടാകണം. എല്ലാ കാര്യവും എല്ലാവരും അറിഞ്ഞാലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ചില സമയത്ത് അവർക്ക് ഇപ്പോൾ ചിലർ പൊട്ടന്മാരാണെന്ന് നമ്മൾ പറയണേ, അവർക്ക് എങ്ങാനും ചെവി കേൾക്കാമെങ്കിൽ എന്തുമാത്രം അടി നടന്നേന്. ഇതിപ്പോൾ ചിലർ പൊട്ടന്മാരാകണമെന്നല്ല ഞാൻ പറയണത്. അതായത് ചില കാര്യങ്ങൾ ചില സമയത്ത് അറിയാൻ പാടില്ല. അതാണ് ഡാർക്ക് പ്ലേസ് എന്ന് പറയണത്. അതറിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റണേ ഹൃദയത്തിൽ. അമ്മ പറഞ്ഞത് എന്താണ്? മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെ വേറെ ആരോടും പറഞ്ഞില്ല. കാര്യം വീട്ടിൽ പറഞ്ഞില്ലെന്നാണ് ഈ പറയണത്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യവും, അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ആൾക്കാരെ സംസാരിച്ചാണ് ദൈവമായിട്ട് അകന്നു പോണത്. സംസാരിച്ചാണ് അകന്നു പോണത്. കാര്യം ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിൽ നിന്ന് ആ വിശ്വസ്തത പോണത് എങ്ങനെയാണ്? ചില ദൈവമായിട്ട് എതിര് സംസാരം നടത്തും. വെച്ചാൽ അയ്യോ ഞാൻ 3 നീലത്തിരി കത്തിച്ചല്ല, എന്നിട്ടും എനിക്ക് വിസ പ്രോസസ്സ് ആയില്ല, ഇതെന്ത് പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർ വാ പൊളിച്ച് പണി മേടിക്കും. കാര്യം ചിലപ്പോൾ ദൈവം നാളെ ചെയ്യാനിരുന്ന കാര്യമായിരിക്കും ഇതേ. ഇതിനേക്കാളും നല്ലൊരു ടൈമിൽ നിനക്ക് എയർ ടിക്കറ്റ് എടുത്ത് നിനക്ക് കറക്റ്റ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി ദൈവം കരുതി വെക്കുമ്പോഴാണ് നിൻ്റെ സ്വന്തം സ്വഭാവം കൊണ്ട് ദൈവ അനുഗ്രഹത്തിനെതിരെ നീ വാപൊളിക്കണത്. അതുകൊണ്ട് വാപൊളിപ്പ് കുറക്കണമായിരിക്കും എപ്പോഴും നല്ലത്. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. ഇനി അമ്മ ചില കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പോൾ ഇടയന്മാർ ഒക്കെ അമ്മയെ വന്ന് പെറ്റുതെറിഞ്ഞ് കണ്ടല്ലേ, എന്തോ ഒരു നാണക്കേടാ. എന്തൊരു സുന്ദരമായ ജീവിതത്തിൽ കുടുംബത്തിൽ പെറ്റിരുന്നെങ്കിൽ എന്തോ ഒരു അംഗീകാരവും സമ്മാനങ്ങളും ആൾക്കാരുടെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ കിട്ടും. ദൈവം എന്നോടിത് ചെയ്തല്ല എന്ന് വേണമെങ്കിൽ ഈ ഇടയന്മാർ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു വാക്ക് പറയാമായിരുന്നു. ഈ രാത്രി വെള്ളവുമില്ല, അശുദ്ധാനം കാണാനില്ല, എന്തൊരു ദുരിതമാണ്, ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾക്ക് മഴയും വന്നല്ല, അയ്യോ ഞാൻ അന്നേ പറഞ്ഞതാണ് വേലി കെട്ടണമെന്ന്, ഞാൻ അന്നേ പറഞ്ഞതാണ് ആ ഓട് മാറ്റണമെന്ന്, ഇവിടെ എന്തെല്ലാം ആൾക്കാരുണ്ട്, ഇത് ഒരു മനുഷ്യൻ കേട്ടില്ല, ഇപ്പം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പെയ്തും പെരക്കും ഭ്രാന്തികളെപ്പോലെ ചില ആൾക്കാർ മഴ വരുമ്പോൾ പെരക്കിട്ട് ഓടി നടക്കണില്ലേ. അപ്പോൾ ഈ സംഭവം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മിണ്ടാതിരുന്ന് പ്രെയർ ചെയ്യേണ്ട വിഷയമാണിത്. നടന്നില്ല, ഓക്കെ. അതിൻ്റെ പേരിൽ നമ്മൾ പ്രാന്തെടുത്താൽ വീണ്ടും നമുക്ക് കീപ്പ് ഇറ്റിനെ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്നുള്ള ഹീറ്റ് ആകാവുന്ന വല്ല മാർഗം ഉണ്ടാ. പിന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റ് കയറി വരികയല്ലേ, അപ്പോൾ നമ്മുടെ മോന്ത തെളിയത്തില്ല. പിന്നെ അത് ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ കയറി വാക്കത്തേക്ക് പിടിച്ച് ഇല്ലാത്ത ഇഷ്യൂ സന്ധിക്കുമ്പോൾ അടി പ്രവാസത്തിലേക്ക് ഉണ്ടായി. ചിലപ്പോൾ അന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റത്തില്ല. കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. അതാണ് ഈ പ്രഭാഷകൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ആദ്യം കേട്ടാലും മറുപടി കുറച്ച് കാര്യം ഡാർക്കിൽ വെക്കണം. സീൻ ഡാർക്കായെന്നൊക്കെ ചിലതൊക്കെ അങ്ങനെയല്ല, കുറച്ച് കാര്യം മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട സമയം അല്ലെങ്കിൽ അവർ അറിയേണ്ട വിഷയം അല്ലെങ്കിൽ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം ലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ആരും എൻ്റെ കൂടെ ഉള്ളവർക്ക് പോലും എന്താണെന്ന് പോലും ഒരു പിടിയും കിട്ടത്തില്ല. കാര്യം പ്രൊഫഷണലായിട്ട് നമ്മുടെ ജോലി അതാ. ഇതുമാത്രം മനുഷ്യരെ ഹൃദയം തുറക്കണ പ്രൊഫഷണൽ ജോലി അതാ. ചിലപ്പോൾ അവർ എന്നോട് പറഞ്ഞതിന് അവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥന ബന്ധം ഉണ്ടാകത്തുള്ളൂ. അവരുടെ മറ്റുള്ള ആൾക്കാർ എന്നുമായിട്ട് എന്നെക്കണം നല്ല പ്രവർത്തന ബന്ധങ്ങളുണ്ടാവും. പക്ഷേ എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. അത് ഡാർക്ക് പ്ലേസ്. എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഈ പ്രഭാഷകൻ നമ്മൾ വായിച്ച 11:7 തൊട്ടുള്ള വചനങ്ങൾ എടുത്ത് ചാടി മറുപടി പറയാതിരിക്കുക. പ്രഭാഷകൻ 11:7 അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. പ്രഭാഷകൻ 5:11 വായിച്ചു. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനം കാട്ടണം. ഒരു സ്പേസ് ഇടണം. അല്പം ശാന്തമായിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരോട് പറയാവുന്നത് മാത്രമേ അവരോട് പറയേണ്ട കാര്യമുള്ളൂ. എഡിറ്റ് ചെയ്ത് പറയണമെന്ന്. ഇപ്പം കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. പ്രത്യേകിച്ച് വചനവും ജീവിതവും
പേര് ജിഷ്മ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. 2023 ഡിസംബർ മാസം 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ആദ്യത്തെ സാക്ഷിയാണ്. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ആദ്യത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് 2022 മരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും മനസ്സിനൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മേമ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മേമ പറഞ്ഞു, മോളെ മാതാവിൻ്റെ അടുത്ത് നീ വന്ന് പ്രാർത്ഥിക്ക്, നീ ഉടമ്പടി എടുക്ക്, നിൻ്റെ എല്ലാ പ്രാർത്ഥനയും അമ്മ മാതാവ് സാധിച്ചു തരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പ്രാർത്ഥിക്കണില്ല, ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എന്നിൽ നിന്ന് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാതെ കുറേ ദിവസം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ മാസം എനിക്ക് തോന്നി മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം. അതൊരു പരീക്ഷണം എന്ന രീതിയിലല്ല, എനിക്കറിയില്ല. കല്യാണത്തിന് മുമ്പ് വരെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നവരെ ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നിനും വന്നിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് അമ്മ മാതാവ് ഈശോപ്പിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ പേരൻസ്. ഹസ്ബൻഡ് മരിച്ച ശേഷം എനിക്കൊരു 5 വയസ്സുള്ള കുട്ടിയുണ്ട്. അവരെന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എൻ്റെ ബ്രദർ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, അവളിങ്ങനെ വീട്ടിലിരുത്തണ്ട, അവൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവൾ ഡിപ്രഷനിലോട്ട് പോവും, അവളെ നമുക്ക് പഠിപ്പിക്കാൻ വിടാമെന്ന് പറഞ്ഞ് നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. ഫസ്റ്റ് ഇയറിൽ ഞാൻ എക്സാം എഴുതി കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച് എക്സാം എഴുതുന്നതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു BSc എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പേടി പഠിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ GNM എടുക്കണുള്ളൂ എന്ന് പറഞ്ഞ് GNM എടുത്തു. ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ എഴുതിയത്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ റിസൾട്ട് വന്നപ്പോൾ 3 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. സങ്കടം വന്നു. പക്ഷെ എന്നാലും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ മാലയിലിട്ടിട്ടുണ്ട്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചതാ, പിന്നെ എന്തിനാ നീ എന്നെ തോൽപ്പിച്ചതെന്ന് ചോദിച്ചു. പക്ഷേ ഞാനെന്നാലും പ്രാർത്ഥന കൈവിട്ടില്ല. ഞാൻ റിവാലുവേഷന് കൊടുത്തു. അങ്ങനെ 2 സബ്ജക്റ്റ് ഞാൻ പാസ്സായി. പിന്നെ ഒരു സബ്ജക്റ്റ് എനിക്ക് സപ്ലൈ ചെയ്തേണ്ടി വന്നു. സപ്ലൈ ചെയ്തപ്പോഴും ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ഇനി സപ്ലൈയിൽ തോൽപ്പിക്കരുത്, എൻ്റെ 1 വർഷം തന്നെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധന കൂടി ഡെയിലി ബ്രെഡ് എല്ലാം കൂടി പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്ത് ഞാനൊരു ദിവസം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പച്ചത്തിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അപ്പം തന്നെ എനിക്ക് എന്താ പറയുക, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമായി. എൻ്റെ കൂട്ടുകാരി ഫോൺ വിളിച്ച് പറഞ്ഞു, ചേച്ചി റിസൾട്ട് വന്നു, ചേച്ചി നല്ല മാർക്കോട് കൂടി പാസ്സായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 25 മാർക്കായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 50-ന് മേളിൽ മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതി. ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു, ഇനി 3 വർഷം ഞാൻ പാസ്സാവുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. സെക്കൻഡ് ഇയർ ഞാൻ പ്രാർത്ഥിച്ച് എക്സാമിന് ഞാൻ ഒരാഴ്ച മുമ്പ് പഠിക്കാനിരുന്നത്, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി പഠിക്കാനിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മേളിൽ അതിനായിട്ട് ചാപ്പലുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് വന്നിരുന്ന് പഠിക്കാനിരുന്ന സമയത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞാൻ മാംഗ്ലൂരെ പഠിച്ചത്, അവിടെ കന്നഡക്കാരിങ്ങനെ തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി നടക്കണ കാരണം അതിൻ്റെ മണമായിരിക്കും എന്ന് വെച്ചു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി പറഞ്ഞു നമുക്ക് റോട്ടിൽ പോയി നോക്കാം. പക്ഷെ റോട്ടിൽ നോക്കിയപ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല പരിസരത്ത്. ഞങ്ങൾ വീണ്ടും വന്നിരുന്നപ്പോൾ നല്ല മണം. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് മാതാവായിരിക്കും എൻ്റെ അടുത്തേക്ക് വന്നതെന്ന്. ഞാൻ അപ്പം തന്നെ അവളോട് പറഞ്ഞു, എടി നീ പേടിക്കണ്ട, നമ്മൾ എക്സാം പാസ്സാവും, മാതാവ് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ 79 പേര് എക്സാം ചെയ്തതിൽ 12 പേര് ഫുൾ പാസ്സായത്. ആ ഫുൾ പാസ്സായതിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ അടുത്തത് തേർഡ് ഇയറിൽ എക്സാം വന്നു. തേർഡ് ഇയറിൽ എനിക്ക് 2 സബ്ജക്റ്റ് എക്സാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ സബ്ജക്റ്റ് ഞാൻ എക്സാം എഴുതി. 2ാമത്തെ സബ്ജക്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം
എനിക്ക് നടക്കാതെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാമിൻ്റെ തലേദിവസമൊന്നും എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു, മാധവനോട് പ്രാർത്ഥിച്ചു, മാധവ് എനിക്ക് പറ്റണില്ല, എനിക്ക് പക്ഷേ പരീക്ഷ പാസ്സായേ പറ്റൂ, കാരണം ഇത് എൻ്റെ അവസാനത്തേതാ, ലാസ്റ്റ് ഹോപ്പാണ്, നീ എന്നെ കൈവിടരുതെന്ന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഫെയിലായി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. വീട്ടിലെല്ലാവരും ആ ഒരു കാര്യത്തിനെ പറ്റി എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് വേദനിച്ചു. പക്ഷേ എൻ്റെ അച്ഛനമ്മയും വേദനിക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മാധവനോട് പറഞ്ഞു, അവരാണ് എനിക്ക് ഒരു ജീവിതം തന്നത്, അതുകൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുക്കും, നീ എന്നെ പാസ്സാക്കി തന്നേ പറ്റുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ഞങ്ങളുടെ ഗ്രാജുവേഷൻ ജൂൺ 26-ാം തീയതി. അതിൽ 37 പേർക്ക് ആ ഗ്രാജുവേഷനുള്ളൂ. ഞങ്ങൾ 69 പേര് എക്സാം എഴുതിയിൽ. മാധവ് എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നെ എന്നെ പാസ്സാക്കിയത്. അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ, എനിക്ക് പൈസ ഇല്ലാത്ത ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പൈസ ചോദിക്കും. പിന്നെ ചിലവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ പൈസ കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറയാറൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സഹായിക്കാറുണ്ട്. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോസ്റ്റിങ്ങിന് പോകണത്. അപ്പോൾ അവിടെ കുറേ പേര് ഉണ്ടാവും ഇങ്ങനെ ഭക്ഷണം കിട്ടാതെയും ബൈസ്റ്റാൻഡേഴ്സായിട്ട് വരണവരാ. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് നേർച്ച വസ്തുവിൻ്റെ മെയിൻ ഉപയോഗം എനിക്കുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 6 വർഷമായിട്ട് സ്കിന്നിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടു, എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല, കാരണം അത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ഡോക്ടേഴ്സിനെ കണ്ട് ഓരോ മരുന്ന് തരുമ്പോഴും 2 മാസം കഴിക്കും, അതേ അസുഖം മാറും, പിന്നെ വീണ്ടും വരും. ഞാൻ ഒരുപാട് എൻ്റെ വീട്ടുകാരിൽ നിന്നാണെങ്കിലും ഞാൻ ഒരുപാട് ഇൻസൾട്ട് വന്നത്. അവരെന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നതല്ല, പക്ഷെ കൂടി എനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ മെയിലൊക്കെ ചൊറിച്ചിൽ വരുമ്പോൾ എനിക്ക് പബ്ലിക്കായിട്ട് ചൊറിയാൻ പറ്റില്ല. അതേപോലെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ് റൂം നല്ല ചൂടായിരുന്നു. ചൂടെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അലർജി ഒരുപാട് വരുമായിരുന്നു, ഇറിറ്റേഷനായിട്ട്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിതൊന്ന് മാറ്റിത്താ, എന്നെക്കൂടി സഹിക്കാൻ പറ്റണില്ല എന്ന്. അങ്ങനെ ഉടമ്പടി തൈലും ഉപ്പും കൂടി ഞാൻ പെരട്ടി, നല്ല നീറ്റുണ്ടാവും, അങ്ങനെ പൊട്ടി ഇങ്ങനെ പഴുത്ത് ചിലമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വേദന സഹിച്ച് ഞാൻ പെരട്ടിയിട്ടുണ്ട്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്കൊരു അലർജിയിൽ ഒന്നുമില്ല, പൂർണ്ണമായിട്ട് എന്നെ മാറ്റി തന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യോഗത്തിൽ വീടിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു വീടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനും വീട് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട് വാങ്ങാൻ വേണ്ടി മാതാവിനോട് ഞാൻ നിയോഗം വെച്ചു. അങ്ങനെ ഒരു വീടും സ്ഥലവും എനിക്ക് കിട്ടി. ഞങ്ങൾ അത് കരാർ എഴുതിയിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ അതിന് ഫുൾ എമൗണ്ട് കൊടുക്കണം. എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അമ്മ മാതാവ് അത് എനിക്ക് തന്ന് നൽകുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമിന് പോണ സമയത്ത് ഉടമ്പടി തൈലും ഉപ്പും കൂടി കൊണ്ടുപോകും. ഉപ്പ് ഞങ്ങൾക്ക് അങ്ങനെ എക്സാം ഹോളിൽ അങ്ങനെ കയറ്റാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് കടലാസിൽ ആരും കാണാണ്ട് പൗച്ചിൽ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ എക്സാം എഴുതണ ടേബിളിൻ്റെ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് 4 മൂലയ്ക്ക് ഇടും. അപ്പോൾ ഇത് നമുക്ക് കൈമാറാൻ പറ്റില്ലല്ലോ. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെയും കൂടി സമർപ്പിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് കാശ് രൂപ ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ എക്സാം എഴുതും. അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ എക്സാം ഹോളിൽ പച്ച ഡ്രസ്സായിട്ടും ആഷ് കളർ ഡ്രസ്സായിട്ടും അമ്മ മാതാവായിട്ട് കൂടെ. ചില സമയത്ത് 1 വേർഡ് ഞങ്ങൾക്ക് GNM-ൽ ഞങ്ങൾക്ക് 1 വേർഡ് കൂടുതൽ, 15 മാർക്കിന് 1 വേർഡാണ്. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ ആൻസറൊന്നും കിട്ടാത്ത സമയത്ത് അമ്മ മാതാവിൻ്റെ രൂപത്തിലായിട്ട് ചില ടീച്ചേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് ആൻസർ പറഞ്ഞു തന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി തൈയിൽ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ നെറ്റിയിൽ ഞാൻ വരയ്ക്കും. അതേപോലെ ഉപ്പ്, തൊണ്ടവേദനയൊക്കെ കുറേ പേർക്ക് വന്നിട്ട് ചൂടുവെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അവർക്ക് കൊടുത്ത് അങ്ങനെ കുറേ രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ
ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ടാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ ഞാൻ എൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ അവർ വാങ്ങും, പിന്നെ അവർ കൊണ്ട് കളയണം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലവർ വേണോ വേണ്ടേന്ന് വെച്ചിട്ടാണ് അവർ മേടിക്കണത്. അപ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള താല്പര്യമില്ലായിരുന്നു. എൻ്റെ ആൻറ്റി പൊള്ളാച്ചിയിലുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്കിങ്ങനെ പത്രം കൊടുക്കണം. അപ്പോൾ ആൻറ്റി പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം പത്രം കൊടുക്കുമ്പോൾ അവർ കൈ കൂപ്പിയാണ് ആ പത്രം, ഇത് അവർക്ക് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവർ ആ പത്രം മേടിച്ച് അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് ആ പത്രം അവർ നമ്മളിൽ നിന്ന് മേടിക്കുക. അതുപോലെ തന്നെ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ പേർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് സഹായങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ചിലവർക്ക് എന്താ പറയുക, ഡ്രസ്സ് ഇല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, ഭക്ഷണം വാങ്ങിക്കൊടുക്കും. പക്ഷെ ഞാനിത് ആരോടും പറയില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയേണ്ട ആവശ്യമില്ല. അമ്മ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അമ്മ ഇടവരുത്തിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനോട് ഈശോയ്ക്ക് 1000 ഞാൻ നന്ദി പറയണം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ജീവിതത്തിൽ പ്രത്യാശ വെക്കേണ്ട ജീവിത പങ്കാളിയുടെ വിയോഗവും അതിനെ തുടർന്നുള്ള പ്രയാസങ്ങളുടെ ഡിപ്രഷൻ്റെയൊക്കെ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മകൾക്ക്, ജിഷ്മ ഷാജിന്, ഈ മകൾക്ക് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതം പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതലായിട്ട് ചേർത്തെടുത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഇവളുടെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അവൾ പ്രത്യാശ വെച്ച അമ്മയിൽ അമ്മ അവളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടു കൂടി ജിഷ്മ ഷാജനോട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥന ഓർക്കുകയൊക്കെ ചെയ്യാം. അമ്മ നൽകിയ അനുഗ്രഹങ്ങളും അതോടൊപ്പം രോഗസൗഖ്യം നൽകിയതും, നീണ്ട 6 വർഷങ്ങൾ നിരവധിയായ മരുന്നുകൾ കഴിച്ചിട്ടും അതിനുശേഷമാണ് അലർജി എന്ന രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ടൊക്കെ സാധിച്ചത്. ഈ മകളോടൊപ്പം ഈ മകളെ പ്രത്യാശ വെച്ച വിശ്വാസവും ഈ അമ്മയുടെ സാന്നിധ്യവും പ്രത്യക്ഷീകരണ കൃപാസന മാതാവിൻ്റെ സാന്നിധ്യവും എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ മാതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്ന അനുഗ്രഹങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയും ചെയ്യാം. 1000 സ്നേഹത്തോടെ പരിശുദ്ധ മാതാവിൻ്റെ അൾത്താരയിൽ നിൽക്കുവാൻ മാതാവ് ഇടയാക്കിയതിനെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അഖില, ഇതെൻ്റെ ഹസ്ബൻഡ് റിങ്കു, ഇത് ഞങ്ങളുടെ കുഞ്ഞ് എസക്കിയേൽ മരിയോൺ റിങ്കു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷം പൂർത്തിയായി. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ കൺസീവ് ആയായിരുന്നു. ഒരു കുഴപ്പങ്ങളും ഒന്നും ഇല്ലായിരുന്നു. 7-ാം മാസത്തെ സ്കാനിങ് ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഒരുപാട് കൂടി. അങ്ങനെ അത് കുഞ്ഞിൻ്റെ ലങ്സിനുള്ളിലേക്കൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ ഗ്രോത്ത് സ്കാനിന് ചെല്ലുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ലൈഫിന് വളരെ റിസ്ക്കാണ് ഈ പ്രഗ്നൻസി. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കളഞ്ഞ് ലൈഫ് സേവ് ചെയ്യുക, അതാണ് ഡോക്ടേഴ്സ് അന്ന് ശ്രമിച്ചത്. അബോർഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഒരുപാട് അവർ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർണ്ണമായിട്ടും ഉറച്ചു നിന്നു. ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി. അവിടെയും എൻ്റെ ലൈഫിന് റിസ്ക്കാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല. ഈശോ എനിക്ക് എങ്ങനെ കുഞ്ഞിനെ തരുന്നോ അങ്ങനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് വന്നു, നോർമൽ ഡെലിവറി നടന്നു അങ്ങനെ. പക്ഷേ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ ഒരു സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും കരയാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ കയറിയതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കാതിലൊരു വചനം തന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28. ഞാൻ ഒരു വചനവും അങ്ങനെ
കാണാതെ പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. ഈ വചനം ഞാൻ എവിടെ കണ്ടെന്നോ എപ്പോൾ വായിച്ചെന്നോ പോലെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്ക് വചനം തന്നു. അതോടുകൂടി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി. ഈ ഭൂമിയിൽ ആർക്കും ആശ്വസിപ്പിച്ചാലും ആരുടെ ആശ്വാസവാക്ക് എന്നെ ആ സമയത്ത് ശക്തിപ്പെടുത്തത്തില്ല. പക്ഷേ ഈശോയും മാതാവും എന്നെ ഈ വചനത്തിലൂടെ ശക്തിപ്പെടുത്തി. അങ്ങനെ കുഞ്ഞു മരിച്ചതിൻ്റെ പിറ്റേ മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് കാലിൽ DVT എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതായത് കാലിൽ രക്തം കട്ട പിടിക്കുന്നത്. അത് ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം ഈ കുഞ്ഞു മരിച്ചപ്പം കൃത്യമായിട്ട് എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് കുറേ ഇങ്ങനെ അവരുടേതായ ഊഹങ്ങളൊക്കെ പറയുകയാണ്. ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കയറിയത് കൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഒരു കൃത്യമായൊരു ഉത്തരം ഒന്നിനും ഇല്ലായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനൊരു എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച ശേഷമേ ഇനിയൊരു പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാവൂ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേ മാസം എനിക്ക് DVT വന്നു. അപ്പോൾ കാലിൽ ബ്ലഡ് ക്ലോട്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കാലനക്കാനേ പറ്റത്തില്ല. അങ്ങനെ വീൽ ചെയറിലോട്ട് എന്നെ ഇരുത്തി. എന്നിട്ട് 2 ഹോസ്പിറ്റലിൽ ഞങ്ങളോട് പറഞ്ഞു കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഫെബ്രുവരി 18 അന്ന് രാത്രി ആംബുലൻസിന് ഞങ്ങളെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, ഞാൻ ഹസ്ബൻഡും. ഞാനിങ്ങനെ വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലെത്തി. കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് ഈശോ എന്നെ 2 കാലിൽ ഇന്നിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഒരു 3 സർജറി എനിക്ക് ആ സമയത്ത് ചെയ്യേണ്ടി വന്നു. പെർമനൻ്റായിട്ടൊരു സ്റ്റെൻറ്റൊക്കെ ഇടേണ്ടി വന്നു. കാരണം എൻ്റെ ബ്ലഡ് വെസൽസ് എല്ലാം കട്ട പിടിച്ചത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. അങ്ങനെ സ്റ്റെൻറ്റൊക്കെ ഇട്ടു. അങ്ങനെ അന്ന് ശരിക്കും ഈ DVT വന്നതുകൊണ്ടാണ് ആ ഡോക്ടേഴ്സിന് സംശയം തോന്നിയിട്ട് അവർ വേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു. അപ്പം മനസ്സിലായി എനിക്ക് രക്തം കട്ട പിടിക്കുന്ന ഒരു അസുഖമുണ്ട്. ഇതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. ശരിക്കും നമ്മുടെ ശരീരം തന്നെ നമുക്കെതിരെ റിയാക്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലായിടത്തും തന്നെ ബ്ലഡ് ക്ലോട്ടാകാനുള്ളൊരു ഹൈ റിസ്ക്കാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് കുഞ്ഞ് മരിച്ചതെന്നുള്ളൊരു ഉത്തരം ഈശോ എനിക്ക് അപ്പം തന്നു. അതായത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ശരീരം കാണുന്ന ഒരു ശത്രുവായിട്ട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിനെ കൊല്ലണം എന്ന രീതിയിൽ തന്നെ പൊക്കിൾക്കൊടിയിൽ ബ്ലഡ് ക്ലോട്ടാവും. പിന്നെ കുഞ്ഞിന് ബ്ലഡ് സപ്ലൈ ഒന്നും കിട്ടാതെ വരും. കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡേഷൻ വന്ന് കുഞ്ഞ് മരിക്കും. അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ. അതുപോലെ ഈ അസുഖം ഫെർട്ടിലിറ്റിയെ ഓരോ മാസം കുറച്ച് വരും. അപ്പം നോർമലി നമുക്ക് കൺസീവ് ആകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ DVT വന്നതോടുകൂടി എന്താണ് ശരിക്കും കുഞ്ഞ് മരിക്കാനുള്ള കാരണമെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ വചനം എനിക്കിങ്ങനെ ഈശോ പിന്നെയും വീണ്ടും തരികയാണ്. അതായത് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് വേദനയാണെങ്കിലും എന്ത് സഹനമാണെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് മരണമാണെങ്കിലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഈശോ പഠിപ്പിച്ചു. അങ്ങനെ DVT വന്നതുകൊണ്ട് എന്താണെന്ന് കാരണം മനസ്സിലായി. പിന്നെ എനിക്ക് ഈ ഡെലിവറിയോട് അസോസിയേറ്റ് ചെയ്ത് കുറേ ഫിഷർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ഒരു വർഷത്തോളം എനിക്ക് അതിവേദനയായിരുന്നു. ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അവർ പറഞ്ഞ പോലെ മെഡിസിൻ എടുത്തു, ഡയറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായില്ല. അങ്ങനെ ഡിസംബറിൽ എനിക്ക് സർജറി ഫിക്സ് ചെയ്തു. സർജറി ചെയ്യുന്നത് തന്നെ എനിക്ക് റിസ്ക്കാണ്. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന രീതിയിൽ ഡോക്ടേഴ്സ് ഫിക്സ് ചെയ്തു. ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ഈ തൈലമൊക്കെ എൻ്റെ വയറിൽ തേക്കാൻ തുടങ്ങി. ഉടമ്പടി ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായ ചേഞ്ചസ് വന്നു. എനിക്ക് പൂർണ്ണമായ രോഗസൗഖ്യം അവിടെ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് മൈസൂരിലേക്ക് പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ മാതാവിനോട് നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും ജോലി ചെയ്യാനും പറ്റണമെന്നൊക്കെ. അവിടെ ചെന്ന സമയത്ത് തൊട്ടടുത്തൊരു സ്കൂളിൽ ഞാൻ വെറുതെ ബയോഡേറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ ഉടനെ തന്നെ ഇൻ്റർവ്യൂ നടത്തി. തൊട്ടടുത്ത ദിവസം ഡെമോ ക്ലാസ്സൊക്കെ നടത്തി എനിക്കവിടെ ജോലി തന്നു. എനിക്ക് അത് വിശ്വസിക്കാൻ തന്നെ പറ്റാത്ത രീതിയിൽ, അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്ന പോലെ, തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നത് പോലെ.
മാതാവ് മുന്നേ പോയി വഴിയൊരുക്കുന്ന പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടേ ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ ആ ജോലിക്ക് ഫിറ്റ് അല്ലെന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഞാൻ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന്. അങ്ങനെ മാതാവാണ് ശരിക്കും എനിക്ക് വേണ്ടി സംസാരിച്ചത്. അവരെന്നെ അവിടെ ഹൈസ്കൂൾ ടീച്ചറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. ആ സ്കൂളിൽ, അതൊരു പ്രൈവറ്റ് സ്കൂളാണ് എങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന അധ്യാപകരിൽ ഒരാളായിട്ടാണ് മാതാവ് എനിക്ക് ആ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഞാൻ മൈസൂരിൽ ചെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഈ ജോലിയായി അവർ ഓഫർ ലെറ്റർ തരികയും ചെയ്തു. അങ്ങനെ ഈ സ്കൂളിൽ എനിക്ക് 10ാം ക്ലാസ് പഠിപ്പിക്കേണ്ട വന്നു. അപ്പം ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ് അവർ അപ്പോയിൻ്റ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരു സ്റ്റേറ്റാണ്, കർണാടകയാണ്. എനിക്ക് കന്നഡ ഒട്ടും അറിയില്ല ചെന്ന സമയത്ത്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെ ഇവർക്കിപ്പോൾ മനസ്സിലായി ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ അവരെ കന്നഡയിൽ അത് അവരുടെ മാതൃഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, മാതാവ് തന്നെ പഠിപ്പിക്കണം. ഞാൻ ഒത്തിരി കുറവുകളുള്ള ഒരാളാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ പോലും എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. അപ്പോൾ മാതാവ് എനിക്ക് വേണ്ടി സംസാരിക്കണം, മാതാവ് ക്ലാസ് എടുക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ എന്നും പോവുക. അങ്ങനെ അവിടെ 10ാം ക്ലാസ്സിലേക്ക് അവിടെ അവരെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ക്രമേണ എനിക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ കന്നഡ ആണെങ്കിൽ ഓരോ വാക്കുകളൊക്കെ എന്നെ ഇങ്ങനെ മാതാവ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുട്ടികളോട് നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കത്തക്ക രീതിയിൽ പഠിപ്പിക്കാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവ് തന്നെ എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോടും ഈ ഉടമ്പടിയെക്കുറിച്ചും എനിക്ക് ജോലി കിട്ടിയ കാര്യവും ഒക്കെ പറഞ്ഞ് ഈ ഉടമ്പടി തൈലം ഇവരുടെ പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ഇവർക്ക് നെറ്റിയിൽ തേച്ച് കൊടുക്കും. ആ സ്കൂളിൽ ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടികൾ പോലും ഇല്ല, എല്ലാം അക്രൈസ്തവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവർ ഈ പ്രാർത്ഥന ചൊല്ലുകയും ഈ ഉടമ്പടി തൈലം തേക്കാൻ വേണ്ടി അവർ എക്സാമിന് മുമ്പ് ഇങ്ങനെ ക്യൂവിൽ വന്ന് നിൽക്കും. അങ്ങനെ എക്സാം അടുക്കുന്ന ഒരു സമയമായി. അപ്പോൾ അവിടുത്തെ സ്കൂളിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ അക്കാഡമിക് ഇയറിൻ്റെ അവസാനമാകുമ്പോൾ അവർ പുറത്തുനിന്ന് വേറെ ടീച്ചേഴ്സിനെ, റിട്ടയർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസൊക്കെ വന്നിട്ട് നമ്മുടെ ക്ലാസ് ചെക്ക് ചെയ്യും. ക്ലാസ് മോശമാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പം നല്ല ക്ലാസ് ആണെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ളൊരു അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ എനിക്കും ക്ലാസ് എടുക്കേണ്ട ഒരു അവസരം വന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ വെച്ച് മോശം ക്ലാസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ എന്നെ മാനിക്കണേ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നാണം കെടാൻ ഇടയാകല്ലേ എന്ന്. ഈ ക്ലാസ്സിന് ശേഷം ഇവർ നമ്മൾക്കൊരു റിവ്യൂ തരും. അത് സ്കൂൾ മാനേജറിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് തരിക. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പറയും. അപ്പോൾ ഒരിക്കലും നാണം കെടേണ്ട വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സിന് ശേഷം ഇവരെന്നോട് റിവ്യൂ പറയുമ്പം അവരെല്ലാം പോസിറ്റീവായിട്ട് മാത്രമാണ് പറയുക. ഞാനപ്പം മാതാവിനെ, എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മാതാവെ, ഞാൻ ആ സ്കൂളിലെ മറ്റധ്യാപകരെ വെച്ച് ഞാനാണ് ഏറ്റവും ജൂനിയർ, എനിക്ക് മാത്രമേ കന്നഡ അറിയാത്തത്, എനിക്കാണ് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത്. എങ്കിൽ പോലും ഈ കുറവുകളൊക്കെ ഉള്ളപ്പോഴാണ്, ശരിക്കും കുറവുകളിലാണ് ദൈവത്തിൻ്റെ ഒരു കൃപ നമുക്ക് പ്രകടമാകുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ ഒരു കഴിവ് കൊണ്ടേ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അങ്ങനെ ആ വർഷത്തെ ഹൈസ്കൂൾ സെക്ഷനിൽ ബെസ്റ്റ് ടീച്ചർ അവാർഡ് എനിക്ക് തന്നു മാതാവ്. പിന്നെ 10ാം ക്ലാസ് നമുക്ക് എല്ലാ ദിവസവും സ്പെഷ്യൽ ക്ലാസ് എടുക്കണം. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ എല്ലാ അധ്യാപകരും റെഡിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം ആദ്യം തന്നെ ഞാൻ എതിർത്തായിരുന്നു, ഞാൻ ഞായറാഴ്ച എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, എല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ ഞാനും എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പലവട്ടം എന്നോട് പ്രിൻസിപ്പൾ ഞായറാഴ്ച ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഞായറാഴ്ച എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ എടുക്കാം. ഞാൻ നൈറ്റ് ക്ലാസ്സും എടുക്കാൻ തയ്യാറായിരുന്നു. നൈറ്റ് ക്ലാസ്സുകളൊക്കെ എടുത്തു. പക്ഷേ ഞായറാഴ്ച ഞാൻ ഇനി എന്ത് തരാമെന്ന് പറഞ്ഞാലും ഞായറാഴ്ച വർക്ക് ചെയ്യത്തില്ലെന്നുള്ളത് എൻ്റെ ഉറച്ച നിലപാടായിരുന്നു. അങ്ങനെ ഞാൻ ഒഴികെ ബാക്കി എല്ലാ അധ്യാപകരും ഞായറാഴ്ച ദിവസങ്ങളിലും ക്ലാസ് എടുത്തു, സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുത്തു. ഞാൻ എടുത്തില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ, റിസൾട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ മാർക്ക് എൻ്റെ സബ്ജക്റ്റിനായിരിക്കണം, എന്നെ മാനിക്കണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ
ആ സ്കൂളിൽ 100% റിസൾട്ട് ഉള്ളത് എൻ്റെ സബ്ജക്റ്റിന് മാത്രമാണ്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ, പക്ഷേ എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി മുന്നേ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഇപ്പം ഞായറാഴ്ച പഠിപ്പിച്ചില്ലെങ്കിൽ കൂടെയും ഈശോയും മാതാവും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതൊക്കെ കൊടുത്തു. ഞാൻ അങ്ങനൊരു നിലപാടെടുത്തപ്പോൾ ഈശോ മാതാവ് എൻ്റെ ഒപ്പം നിന്നു. ഏറ്റവും കൂടുതൽ റിസൾട്ട് എൻ്റെ സബ്ജക്റ്റിനായിരുന്നു. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കുറവുകളുള്ള എന്നിലൂടെയാണ് മാതാവ് പ്രവർത്തിച്ചത്. അങ്ങനെ ഈ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇനിയും അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടു. ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങിനും ഒക്കെ വിട്ടു. ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, നോർമലി ഈ ഒരു അസുഖം എനിക്കുള്ളത് കൊണ്ട് നോർമലി കൺസീവ് ആവാൻ പാടാണ്. അപ്പോൾ കുറച്ച് ടാബ്ലറ്റുകൾ എടുക്കണം. ആ ടാബ്ലറ്റ് വർക്കായില്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ഒരു 3000 രൂപയോളം വരുന്ന മരുന്നുകളാണ്. പക്ഷേ ഞങ്ങൾ ഒരു മെഡിസിനും മേടിച്ചില്ല. ഞാൻ മാതാവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാതാവേ, ഇനി എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ഞാൻ ഒരു മെഡിസിനും എടുക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വചനം ഇതാണ്: ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഏശയ്യ 66:9. ഈ വചനം ശരിക്കും ഈശോ മക്കളെ തരുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുപോലെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു വചനം കൂടിയാണിത്. അപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഈശോ മക്കളെ തരുമെന്ന് ഉറപ്പായി. അപ്പോൾ ഒരു ടാബ്ലറ്റും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എത്ര നാൾ വേണേലും ഞാൻ കാത്തിരിക്കാം, നീ തരുന്നിടം വരെ. പക്ഷെ ഞാൻ ഒരു മെഡിസിനും ഇതിന് വേണ്ടിയിട്ട് എടുക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ശരിക്കും ഇമ്പോസിബിളായൊരു കാര്യമാണ്. 2ാമത്തെ മാസം തന്നെ ഞാൻ കൺസീവായി, നോർമലി ഒരു മെഡിസിനും എടുക്കാതെ. അത് ഡോക്ടേഴ്സിന് തന്നെ വിശ്വസിക്കാൻ പാടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ വണക്കമാസം മെയ് മാസം ഞാൻ കൺസീവായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇതെനിക്ക് മെഡിസിൻ എടുത്തൊന്നും കിട്ടിയ കുഞ്ഞല്ല, അപ്പം മാതാവ് തന്നതായതുകൊണ്ട് മാതാവ് തന്നെ നോക്കിക്കോളൂ എന്നൊരു ഉറപ്പുണ്ട്. അപ്പം എൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റുകളൊക്കെ പ്രഗ്നൻസിയിൽ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളതാണ്. കാരണം കുഞ്ഞിന് വൈകല്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ മെഡിസിൻ മാറ്റി ഇഞ്ചക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ രാജഗിരിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത്, എൻ്റെ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡെയിലി 2000 രൂപയുടെ ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി 2000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം 60,000 രൂപയോളം നമുക്ക് ഇഞ്ചക്ഷന് മാത്രമാവും. മുന്നിൽ ഒരു വഴി അന്നേരം ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ തമ്പുരാൻ എനിക്ക് വഴി തുറക്കുമെന്ന്. ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. അങ്ങനെ കൺസീവ് ആയ സമയത്ത് തൊട്ട് ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഈശോയോടൊരു ഈ ഇഞ്ചക്ഷൻ മാത്രം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന എൻ്റെ തമ്പുരാൻ എനിക്ക് എല്ലാ മെഡിസിനുകളും ഫ്രീ ആയിട്ട് തന്നെ തന്നു. ഞങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വേറൊരു ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നു. അതൊരു സീനിയർ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ആദ്യം തന്നെ വഴക്ക് പറയുകയാണ് ചെയ്തത്. കാരണം എൻ്റെ ലൈഫിന് ഭയങ്കര റിസ്ക്കിയാണ് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിന് ഈ പ്രഗ്നൻസി നോക്കി, തൻ്റെ ലൈഫിന് റിസ്ക് അല്ലേ, പിന്നെ കുഞ്ഞിനെ കിട്ടുമോ എന്ന് ഉറപ്പൊന്നുമില്ല, ഒരു 50-50 ചാൻസാണ്. അപ്പം കുഞ്ഞിനേക്കാളേറെ എൻ്റെ ലൈഫിന് ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു പ്രഗ്നൻസി. പക്ഷെ ഞാൻ മാതാവിൽ ഉറച്ചു നിന്നു. എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് ഇമ്പോസിബിളാണെന്ന് പറയുമ്പോൾ അപ്പം മാതാവ് എനിക്കൊരു ശക്തി തരും. അപ്പോൾ ദൈവത്തിനാൽ ഇതെല്ലാം സാധ്യമാണെന്ന്. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് വേറൊരു ഡോക്ടറിനെ കണ്ടു. അങ്ങനെ ഇങ്ങനെ പ്രഗ്നൻസിയുടെ എല്ലാ ചെക്കപ്പുകളും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് നോർമൽ ഡെലിവറിയുടെ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഖില, നോർമൽ ഡെലിവറി നിനക്ക് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം നോർമൽ ഡെലിവറി നടന്നാൽ ഞാൻ മരിച്ചു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം എനിക്കൊരു സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും നോർമൽ ഡെലിവറി നമ്മൾ അത്രയും ഫോഴ്സ് ചെയ്യുമ്പോൾ ഈ സ്റ്റെൻറ്റ് പൊട്ടാം, ബ്ലഡ് വെസലുകളൊക്കെ ബ്ലീഡിങ് വന്ന് മരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിസേറിയൻ മാത്രമേ നമ്മൾ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് ഒരു മാക്സിമം ഒരു 8ാം മാസം വരെയൊക്കെ
പ്രഗ്നൻസി അവർ കണ്ടിന്യൂ ചെയ്യിക്കത്തുള്ളൂ, എന്നിട്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുക. അങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ പ്ലാൻ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടറിനെ ഞങ്ങൾ കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇത് നോർമൽ ഡെലിവറി എനിക്ക് ഇമ്പോസിബിൾ ആണെന്ന് ഡോക്ടർ പറയാണ്. കുറേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈശോ പറയുന്ന പോലെ എനിക്ക് തോന്നാണ്, അഖില, ഡോക്ടറല്ല നിൻ്റെ ദൈവം, ഞാനാണ് നിൻ്റെ ദൈവം. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈശോ എന്നോട് പറയുന്നത് പോലെ തൊട്ടടുത്ത് നിന്ന് ഈശോ ചിരിച്ചുകൊണ്ട് പറയുന്ന പോലെ എനിക്ക് തോന്നാണ്. അപ്പം മനസ്സിന് ഭയങ്കരമായൊരു സമാധാനം വന്നു. പിന്നെ ഇതേ അസുഖമുള്ളൊരു ചേച്ചി എനിക്കറിയാം. ആ ചേച്ചി ഇഞ്ചക്ഷനുകൾ എടുത്തിട്ടും എല്ലാ മെഡിസിനുകൾ എടുത്തിട്ടും 5 കുഞ്ഞുങ്ങൾ ആ ചേച്ചിക്ക് മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം ഈ ചേച്ചി എന്നോട് പലപ്പോഴും വിളിക്കുമ്പോൾ പറയും, അഖില, നീ 7 മാസം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കണ്ടാൽ മതി എന്ന് പറയും. പക്ഷേ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. ഞാനൊരു 7 മാസം തന്നെ തികയ്ക്കുമെന്ന് അവർക്ക് ഡൗട്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ കൃപയാൽ 9 മാസം തികഞ്ഞ് അങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത്. അങ്ങനെ ഞങ്ങൾ നോർമൽ ഡെലിവറിയോട് അടുത്ത സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പം പെട്ടെന്ന് ഈ ഡോക്ടർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് അതൊരു ഷോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആ ഡോക്ടർ ഭയങ്കര സ്നേഹത്തോടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിൽ കുറച്ചുകൂടെ ആശ്രയം വെക്കുന്നതായിട്ട് ഈശോയ്ക്ക് തോന്നിയിട്ട് ഈശോ ആ ഡോക്ടറിനെ മാറ്റിയതാണ് അവിടുന്ന്. അങ്ങനെ ആ ഡോക്ടർ മാറി അടുത്തൊരു സീനിയർ ഡോക്ടറിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു സിസേറിയനെ പോസിബിളായിട്ടുള്ളൂ. അങ്ങനെ ജാനുവരി 12 അഡ്മിറ്റ് ആകാൻ വേണ്ടി അവർ ഡേറ്റും തന്നു. അങ്ങനെ ജാനുവരി 12 ഞങ്ങൾ അഡ്മിറ്റ് ആകാൻ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടറും ലീവിൽ പോയി. ആ മാസം ജനുവരി മാസം ഈ സീനിയർ ഡോക്ടർ ലീവിലാണെന്നപ്പോൾ അറിയുകയാണ്. അങ്ങനെ പുതിയൊരു ഡോക്ടറിനെ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവിനോട് പറയായിരുന്നു, മാതാവേ, എൻ്റെ ആഗ്രഹം നോർമൽ ഡെലിവറി നടക്കണമെന്നാണ്. പക്ഷേ അതൊക്കെ എല്ലാ ഡോക്ടേഴ്സും ഇമ്പോസിബിളാണെന്ന് പറയുന്നത്. ഒരു 5 പേരോളം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് സിസേറിയൻ മാത്രമേ പോസിബിളായിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഞാനുമായിട്ട് ഡോക്ടേഴ്സിനോടൊന്നും അങ്ങോട്ട് പറയില്ല, മാതാവ് തന്നെ എല്ലാം ചെയ്തോണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണേലും ഞാൻ ദൈവഹിതം എന്താണോ അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആകുന്ന ദിവസം ചെന്നപ്പം വേറൊരു ഡോക്ടറിനെ കാണുകയാണ്. ആ ഡോക്ടർ മാത്രം പറഞ്ഞു, നമുക്ക് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാം, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അസുഖമുള്ളവർക്ക് സാധാരണ വരുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നതാണ്. പക്ഷേ എന്നെ മാതാവ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ എനിക്ക് തോന്നും. എനിക്ക് സാധാരണ അവർക്കൊക്കെ വരുന്നത് വെച്ചുള്ള ഒരു കോംപ്ലിക്കേഷൻസും എനിക്കങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ആ ഡോക്ടർ മാത്രം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്നെ റെഡിയാക്കി. അങ്ങനെ ഞാൻ ഈ വചനം പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ, ഈ വചനം ഞാൻ ലേബർ റൂമിൽ കണ്ടിന്യൂസ് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇനിയെല്ലാം മാതാവിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു. മാതാവ് എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് നോർമൽ ഡെലിവറിയിൽ എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാനൊരു ആൺകുഞ്ഞിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചതും അതെനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. കുഞ്ഞ് ക്യാരിങ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ മോനാണെന്ന രീതിയിൽ കുഞ്ഞിനോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുന്ന സമയത്ത് കൂടുതൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് എസെക്കിയേൽ എന്നൊരു പേര് തോന്നി. ആ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നാണ്. ശരിക്കും ഈ പ്രഗ്നൻസിയിലും എൻ്റെ ലൈഫിലും മൊത്തം എന്നെ ദൈവം ശക്തിപ്പെടുത്തുന്നതാണ്. എനിക്ക് ശക്തിയില്ല, ഞാൻ തളർന്നു തന്നെയാണ് ഇരിക്കുക. പക്ഷെ ദൈവം തരുന്ന ശക്തിയിലാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് എസെക്കിയേൽ എന്ന് പേരിട്ടു. മാതാവിനോടുള്ള നന്ദി സൂചകമായിട്ട് മിഡിൽ നെയിം മരിയോൺ എന്നാണ് ഇട്ടത്. അങ്ങനെ കുഞ്ഞിന് എസെക്കിയേൽ മരിയോൺ റിങ്കു എന്ന് പേരിട്ടു. എപ്പോഴും എനിക്ക് കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് മാതാവിനോടും ഈശോയോടുള്ള സ്നേഹം കൂടുകയാണ്, ഓരോ ദിവസവും കൂടുകയാണ് ചെയ്യുക. അതേപോലെ എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് യൂട്രസ് വികസിക്കുമ്പം കുറച്ച് പേർക്കൊക്കെ വരുന്നൊരു കോംപ്ലിക്കേഷനാണ്. യൂട്രസ് ഇങ്ങനെ വികസിക്കും തോറും നമ്മുടെ മറ്റ് അവയവങ്ങളെ ഇങ്ങനെ കംപ്രസ് ചെയ്യും. അങ്ങനെ എൻ്റെ 2 കിഡ്നിയിൽ എനിക്ക് നീരായിട്ട് എനിക്ക് ഉച്ച കഴിയുമ്പോൾ തൊട്ട് പെയിനാണ്. അപ്പോൾ ഞാൻ അന്നും സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് സ്കൂൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഉച്ച കഴിയുമ്പോൾ തൊട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എനിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ നല്ല വേദന സഹിച്ചാൽ ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, പ്രഗ്നൻസിയിൽ നമുക്ക് മെഡിസിൻ ഒന്നും തരാൻ പറ്റത്തില്ല. അതായത് 6ാം മാസത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വേദന വരാൻ തുടങ്ങിയത്.
ഡെലിവറിയോടുകൂടി മാത്രമേ ഈ പെയിൻ പോകത്തുള്ളൂ. കാരണം യൂട്രസ് ചുരുങ്ങിയാലേ പെയിൻ പോകത്തുള്ളൂ. അങ്ങനെ ഇത് സഹിക്കേണ്ടി വരുമെന്ന രീതിയിൽ തന്നെ ഡോക്ടർ സംസാരിച്ചു. ഒരു മരുന്നും തരാനില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ തൈലം, ഞാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദിവസം ചെക്കപ്പിന് പോകുന്ന സമയത്ത് എനിക്ക് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അടുത്ത ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ നടക്കാൻ വയ്യാതെ ഡോക്ടേഴ്സ് എന്നെ വീൽ ചെയറിലാക്കി വിട്ടിട്ടുണ്ട്. അന്ന് ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ പറ്റുമെങ്കിൽ എനിക്ക് ഈ വേദന മാറ്റി തരണം, അല്ലെങ്കിൽ സഹിക്കാനുള്ള ശക്തിയെങ്കിലും തരണമെന്ന്. കാരണം എനിക്ക് ജോലിക്കും പോകണം, എനിക്ക് അതേപോലെ തന്നെ എനിക്ക് നടക്കുകയും ചെയ്യണം. ഞാൻ വൈകിട്ടൊക്കെ കുർബാനയുള്ള ദിവസങ്ങളെല്ലാം മാക്സിമം ദിവ്യബലിയിൽ പോയി പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് വേദനയുണ്ട്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ വേദന ഉണ്ടെങ്കിൽ കടിച്ച് പിടിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പള്ളി, ഒരു 8 മിനിറ്റ് നടന്നാൽ മതി. അപ്പം ഞാൻ വേദന സഹിച്ച് പള്ളിയിൽ പോവും. ആ സമയത്തൊക്കെ അർപ്പിക്കുന്ന ദിവ്യബലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായൊരു ദൈവാനുഭവം നിറഞ്ഞ ദിവ്യബലിയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഭയങ്കര അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഒരു മെഡിസിനും എടുത്തില്ല. പക്ഷേ ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് ആ വേദന മാറി. പിന്നെ എനിക്കൊരു വേദനയും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു അസുഖമുള്ളവർക്ക് ഉണ്ടാകാവുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസ് ഒന്നും മാതാവ് വരുത്തിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് അസുഖത്തോടു കൂടി തന്നെ നീ എനിക്കൊരു കുഞ്ഞിനെ തരണം. കാരണം എങ്കിൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുത്തുള്ളൂ. അല്ലാതെ വളരെ സുഖപ്പെട്ട് നോർമലായിട്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടി അതിൽ വലിയൊരു അത്ഭുതമൊന്നും തോന്നാനില്ല. പക്ഷേ ഈ ഒരു അസുഖം ഇരിക്കെ തന്നെ അത്ര ലൈഫ് റിസ്ക്കി ആയിട്ടുള്ളൊരു സമയത്ത് എൻ്റെ ലൈഫും റിസ്ക്കാണ്, കുഞ്ഞിൻ്റെ റിസ്ക്കാണ്. കുഞ്ഞിനെ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് മാതാവ് എല്ലാം ക്രമീകരിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 9 മാസം തികഞ്ഞ് നോർമൽ ഡെലിവറിയിൽ തന്നെ എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു മകനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ വൃദ്ധസദനത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. അവർക്ക് നഖം വെട്ടി കൊടുക്കുക, വൃദ്ധസദനമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പേപ്പറുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കന്നഡ പേപ്പറാണ് ഞാൻ മേടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ കന്നഡ ഞാൻ കാണാതെ പഠിക്കും, കാരണം എന്നാലേ ഇവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ഞാൻ കാണാതെ പഠിച്ചിട്ട് ഇവരോട് സംസാരിക്കും. ട്രെയിനിൽ വെച്ചൊക്കെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എന്നോട് ചൂടായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ കൊടുക്കുകയാണ്, ക്രിസ്ത്യാനി ആക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ശരിക്കും അവരോട് ഫ്ലുവൻ്റായിട്ട് കന്നഡ സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മാതാവ് ആ സമയത്തും എന്നിലൂടെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ ഞാൻ മാതാവിന് വേണ്ടി സംസാരിക്കാൻ മാതാവ് എന്നെ ശക്തിപ്പെടുത്തി. പിന്നെ ദശാംശമൊക്കെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ മുതലേ അങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സഹായിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മറ്റ് ടീച്ചേഴ്സിനോടൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആയതൊക്കെ പറയുമ്പോൾ അവർക്ക് വിശ്വാസമായിട്ട് അവർ പലരും ഉടമ്പടി, അവിടെ ഉള്ളവർ കർണാടകക്കാർ തന്നെ ചിലർ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ചിലർ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ ജീവിക്കാനുള്ള കൃപ തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അഖില, റിങ്കു എന്ന ഈ കുടുംബത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളോട്, അമ്മയും ഈശോയും വളരെ ശക്തമായി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണ് നാം ഇതിൽ മനസ്സിലാക്കുന്നത്. ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് അസുഖം വന്ന് ഒരു അപൂർവ രോഗം പിടിപെട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസീസ് എന്ന ഒരവസ്ഥയിലേക്ക് ഈ മകൾക്ക് കടന്നു പോകേണ്ടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ ജീവിതം, പ്രഗ്നൻ്റ് ആകാൻ തന്നെ വളരെ ഹൈ റിസ്ക്. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ മകൾ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഈശോയുടെ ഒരു വലിയ വാഗ്ദാനത്തോടു കൂടിയാണെന്നാണ് റിങ്കുവും അഖിലയും ഇവിടെ ഏറ്റുപറയുന്നത്.
ഹസ്ബൻഡിന് കിട്ടിയ ആ വചനം മകൾ ആ പ്രഗ്നൻസി കാലഘട്ടം മുഴുവൻ ഉരുവിടുകയായിരുന്നു. പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള ദൈവത്തിൻ്റെ വളരെ ശക്തമായ പ്രൊട്ടക്ഷൻ, കരുതലും സ്നേഹവും സംരക്ഷണവും ഇവരുടെ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഇവർ അനുഭവിച്ചതിനെക്കുറിച്ച് പറയുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ രോഗത്തിൽ ഒരു ആൻറ്റിബോഡി, അതായത് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ റിസ്ക്കായിട്ടുള്ള ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കടന്നു പോകാവുന്നതാണ്. പക്ഷേ ആൻറ്റിബോഡി വൈറസ് ഫോം ചെയ്യുന്ന ആ സമയങ്ങളിലെല്ലാം ഈ ഫോറിൻ ബോഡി നിലനിൽക്കുക എന്നുള്ളത് തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ ഇതൊരു കൃപ കൊണ്ട് മാത്രമല്ലാതെ മരുന്നുകൊണ്ടോ ലേപനം കൊണ്ടോ അല്ല ഈ കുഞ്ഞിൻ്റെ ജന്മമെന്ന് നമുക്കിവിടെ മനസ്സിലാകാവുന്നതാണ്. അഖില പ്രഗ്നൻ്റായ സമയങ്ങളിലൂടെയെല്ലാം തൻ്റെ ടീച്ചിങ് കരിയർ വളരെ ശക്തമായും പരിശുദ്ധ അമ്മയോട് കൂടെ തന്നെ ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡ് ലഭിക്കാൻ മാത്രം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് റിവ്യൂ ക്ലാസ് എടുക്കുവാനും അവർക്കതിൻ്റെ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും മാറ്റിക്കൊടുക്കുവാനും കന്നഡ വളരെ ചുരുക്കം വാക്കുകൾ മാത്രം അറിയുന്ന ഈ മകൾ സ്കൂളിലെ സീനിയർ ടീച്ചേഴ്സിനോടൊപ്പം ഒരു ബെസ്റ്റ് ടീച്ചർ അവാർഡിയായി കരുതപ്പെടാനും കൺസിഡർ ചെയ്യാനൊക്കെയുള്ള വലിയ മഹാഭാഗ്യം ഈ ഉടമ്പടി കാലത്തിലാണ് ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈശോയോട് ചേർന്നുള്ള ചില നിലപാടുകളാണ് അഖിലയ്ക്ക് സംസാരിക്കാനുള്ളത്. ഞായറാഴ്ച ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുകയില്ല, കാരണം അത് നമ്മുടെ 3-ാം പ്രമാണമാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന 10 കൽപ്പനയിലുള്ള 3-ാം പ്രമാണം വളരെ ശക്തമായി നിലപാടുകളോടുകൂടി തന്നെ അപ്പോൾ ഈശോയ്ക്ക് കൊടുത്തൊരു വാക്ക്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരിക്കണം. ഈ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ തന്നെ അവർക്ക് 100% റിസൾട്ട് നൽകി എന്നൊരു വലിയ സന്തോഷവാർത്ത കൂടി ഈ മകൾ ഇന്ന് ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ ലഭിക്കുമെന്നുള്ള മംഗളവാർത്ത ലഭിച്ചപ്പോൾ ഇന്ന് ഈ മകൾ ഏറ്റുപറയുമ്പോൾ വളരെ പെട്ടെന്നാണ് യൂദയ മലഞ്ചെരുവിലേക്ക് എലിസബത്തിനെ സഹായിക്കാനായി പോയത്. ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുന്ന ഈ മകൾ കൃത്യമായും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരെല്ലാം സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഗർഭാവസ്ഥ കാലത്തുള്ള എല്ലാ അരിഷ്ടതകളെയും മാറ്റിവെച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഈശോയെ ഉടമ്പടിയായി കയറ്റി നടന്ന, ഉടമ്പടി പേടകം വഹിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് മകൾക്ക് വരാൻ സാധിച്ചത് ഈ പരിശുദ്ധ അമ്മയോടുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷനും ഈശോയോടുള്ള പരിപൂർണമായ സ്നേഹവുമാണെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒട്ടും തന്നെ യോഗ്യതകളില്ലാതെ ജനിച്ച ഈ കുഞ്ഞിനെ ജനിക്കാൻ യോഗ്യതകളില്ല. കാരണം മറ്റൊരു ഉദാഹരണം, ഒരു ഫ്രണ്ടിൻ്റെ ഉദാഹരണം, 5 കുഞ്ഞുങ്ങൾ, ഈ രോഗാവസ്ഥയുള്ള ഒരു സ്ത്രീയുടെ 5 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്നാണ് ഇന്നിവിടെ നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാ അയോഗ്യതകളോടും കൂടി കൃപ നിറഞ്ഞ ഒരു ജീവിതം ഇവർക്ക് ലഭിച്ചതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അതുപോലെ പ്രഗ്നൻസി കഷ്ടതകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ദിനത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തതിനെയും ഓർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ അമ്മയാണ് വിൻസി. ഞങ്ങൾ തൃശ്ശൂർ ഒല്ലൂർ സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ചിലെ അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ്യിലാണ്. അന്ന് ഉടമ്പടി എടുക്കാൻ കാരണം സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നിയോഗമില്ല. അമ്മ 2019 ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അത് കണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്, പ്രാർത്ഥന കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ BCom ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. സോ ഒരു 3 പ്രാവശ്യമൊക്കെ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് ഉടമ്പടി പുതുക്കി. അതിനുശേഷം പിന്നെ BCom കഴിഞ്ഞു, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്കൊരു ജോലിയും കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു 1 ഇയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു ഇൻഫോ പാർക്കിൽ തന്നെ. ബട്ട് ദെൻ അത് കഴിഞ്ഞ് എനിക്ക് പണ്ടോട്ട് ക്യാബിൻ ക്രൂ ജോബിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് എനിക്കൊരു റിക്രൂട്ട്മെൻറ്റ് കാണാണ് ഞാൻ ഓൺലൈൻ വഴി. അപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു. ഞാൻ അപ്പോഴും വർക്കിംഗ് ആണ് ഇവിടെ അക്കൗണ്ടൻ്റായിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ഏവിയേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പം ഞാൻ ഈ ജോലിയുടെ ഇടയിൽ യൂട്യൂബും അതും ഇതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തു. വീട്ടിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു ആ ഇൻ്റർവ്യൂ. ഞാനപ്പം മാതാവിൻ്റെ വിശുദ്ധ തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്.
അത് കൊടുത്ത് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് സെലക്റ്റഡ് ആയിരുന്നൊരു മെയിൽ വരുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടൊരു ഇൻ പേഴ്സൺ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആ റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി. അപ്പം ഒരു 4-5 റൗണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ കുറേ പ്രസൻസ് എനിക്ക് കുറേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില റൗണ്ടൊന്നും ഉള്ള കാര്യം തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എയർലൈനിൻ്റെ ഭയങ്കര കോൺഫിഡൻഷ്യലായ കാരണം തന്നെ യൂട്യൂബിൽ നോക്കിയാലും അവരുടെ റൗണ്ട്സ് എന്തൊക്കെയുണ്ട് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ചില റൗണ്ട്സ് ഞാൻ അറിയണേ. അപ്പം മാതാവിലുള്ള വിശ്വാസം കൊണ്ടും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ഓരോ റൗണ്ടിനും കയറുന്നത്. അപ്പം അങ്ങനെ ഒരു റൗണ്ടിനും കയറി മാതാവിൻ്റെയും ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് പാസ്സാവാണ്. അത് കഴിഞ്ഞ് ഡൽഹിത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ എല്ലാം ഭയങ്കര സ്പീഡായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്ന് ഞാൻ സിംഗപ്പൂരാണ് എനിക്ക് വർക്ക് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ റിസൈൻ ചെയ്ത് ഞാൻ സിംഗപ്പൂർ പോയി എനിക്ക് ട്രെയിനിങ് തുടങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിനെയും എൻ്റെ കൂടെ ബാക്കിയുള്ള ക്രൂവിനൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അതും അതാണ്ട് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വേറൊരു എബ്രോഡ് പോണത്, അതും തീരെയും പ്ലാൻ ചെയ്യാണ്ട്. അപ്പം കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ ഒരു വീട് കണ്ടുപിടിക്കും, ഒന്നും അറിയില്ല. പക്ഷേ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിനെ കാണാനും ഈവൻ അവർ തന്നെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നത്. അപ്പം അതൊക്കെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ്. അങ്ങനെ ട്രെയിനിങ് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചതിനാളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു എയർലൈൻ്റെ ട്രെയിനിങ്. ഞാൻ 3 മാസമാണ് ട്രെയിനിങ് വരുന്നത്. ഈ 3 മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എക്സാംസും 2-3 പ്രസൻറ്റേഷനൊക്കെയാണ് ഒരു ദിവസം വരുന്നത്. അപ്പം കാലത്ത് 5:30 കഴിഞ്ഞിട്ട് പിന്നെ 7 മണിക്ക് വീട്ടിലെത്തണേ. അപ്പം എല്ലാം കൂടെ എനിക്ക് തീരും പറ്റുന്നുണ്ടായില്ല. ആദ്യത്തെ കുറച്ച് എക്സാംസൊക്കെ പ്രാർത്ഥിച്ചും ഞാൻ പാസ്സായി. പക്ഷേ 2-3 എക്സാംസ് കഴിഞ്ഞപ്പം ഞാൻ ഫെയിലാവെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ചാൻസ് കൂടെ തരും. ആ ഒരു ചാൻസ് കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ റീബാച്ച് ചെയ്യും. ലൈക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്നേ പുറത്താക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് അടുത്ത ബാച്ച് കിട്ടാമെന്നൊന്നും അവർ പറയില്ല. അങ്ങനെ ഞാൻ ഒരു എക്സാമിൽ ഫെയിലായി. വീണ്ടും റീസീറ്റ് കൊടുത്തെങ്കിലും അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ റീബാച്ച് ആവാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ 68 ബാച്ച് നമ്പർ. അവിടെ ക്ലാസ് റൂമിനെ ബാച്ച് വൈസാണ് പറയാം. സോ ബാച്ച് 68 ഞാൻ ഔട്ടായിട്ട് പിന്നെ എനിക്ക് ഒരു ഇൻഫോർമേഷനും ഇല്ല. എനിക്ക് അടുത്ത ബാച്ച് എപ്പോഴാണ് കിട്ടുക ഒന്നും അറിയില്ല. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവും, ഒന്നും ചെയ്യാനില്ല. റീബാച്ച് ആയുള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെയുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും ഇരിക്കും, പോവും. രാത്രി ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ എത്തും. അടുത്ത ദിവസം സെയിം. ഇതെന്നെ ഒരു 2 മാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ ഒരു മെറിറ്റിലോ ഞാൻ പഠിച്ചുകൊണ്ടോ ഒന്നും നടക്കില്ല. എനിക്കപ്പോൾ ഒരു ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കാനാണ് ഞാൻ എനിക്കപ്പം അച്ഛനെ കണ്ട് ഇവിടെ വന്നൊക്കെ ഉടമ്പടി എടുക്കണം നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണ സിംഗപ്പൂർ അച്ഛൻ വരുന്നുണ്ട്. വാർഷിക ധ്യാനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് വന്നിരുന്നത്. അപ്പം ഫെബ്രുവരി 16 അച്ഛൻ വന്നു. എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റി. അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന കിട്ടി. വിശുദ്ധ തൈലം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയിരുന്നെങ്കിലും അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പം സിംഗപ്പൂർ അച്ഛൻ വന്ന കാരണം എനിക്ക് അവിടെ നിന്ന് തൈലും മെഴുതിരൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ഫെബ്രുവരി 13 എനിക്ക് പുതിയ ബാച്ച് കിട്ടുക, ബാച്ച് നമ്പർ 7. അപ്പം ബാച്ച് 7 എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സന്തോഷം വന്നു. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7. അപ്പം ഞാൻ ഓരോന്ന് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ബാച്ച് 7 കിട്ടിയപ്പം ഞാൻ പ്രാർത്ഥിച്ച് 5:30 എല്ലാ ദിവസം ഇനിറ്റ് കൊന്തെത്തിച്ചിട്ടാണ് ഞാൻ പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോണേ. അതുപോലെ സിംഗപ്പൂരിൽ ഒരു 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. 2.5 മണിക്കൂർ നേരത്തെയാണ് സിംഗപ്പൂർ ഇന്ത്യ വെച്ചിട്ട്. അപ്പം അമ്മ എൻ്റെ സമയം നോക്കിയിട്ട് നാട്ടിൽ നിന്ന് വിളിക്കും. ഒരു അമ്മയുടെ ഒരു 4:30, ഇവിടുത്തെ 4:30 ആകുമ്പോൾ എനിക്കപ്പോൾ അവിടെ 7 മണിയാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും അമ്മ വിളിക്കും, ഞാൻ അല്ലാണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ബാച്ചിനോട് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും പാസ്സായി തുടങ്ങി. ലാസ്റ്റ് ഒരു ഫൈനൽ എക്സാം ഉണ്ട്. അതാണ് ഈ ഒരു 3 മാസത്തെ ഏറ്റവും എല്ലാം കൂടെ സമപ്പ് ചെയ്തിട്ടുള്ളൊരു എക്സാമാണ് ഫൈനൽ എക്സാം. ആ എക്സാം ആയപ്പോൾ പഠിച്ചിട്ടാണ് പോയേ, കുറേ പ്രാർത്ഥിച്ചിട്ടാണ് പോയേ. പക്ഷേ എന്തോ ടെൻഷനും മാതാവിലുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ടെൻഷൻ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
പിന്നെ നാട്ടിലത്തെ പോലെയല്ല, എക്സാംസ് ഒക്കെ അവിടെ ഭയങ്കര ഡിഫറെൻറ്റ്. നമ്മുടെ പോലെ റിട്ടേൺ എക്സാംസ് അല്ല, അവിടെ സിനാരിയോ ബേസ്ഡ് എക്സാംസ് ആണ്. പിന്നെ ക്യാബിൻ ക്രൂ ആകുമ്പം നമ്മൾ കുറച്ച് ആക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ന്യൂ ആയിരുന്നു എനിക്ക്. അപ്പം ഈ ഒരു ഫൈനൽ എക്സാം വന്നപ്പോൾ ഞാൻ ആകെ പെട്ടു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ടർ വളരെ നല്ലതായിരുന്നു. ഈവൻ ദോ ഞാൻ അവിടെ ഇവിടെയും ചെറിയ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളെനിക്കത് തിരുത്തി അന്ന് എന്നെ ആ ഒരു ഫൈനൽ എക്സാമിൽ പാസ്സാക്കി. അതെനിക്ക് ഞാൻ എന്തോരം കഴിഞ്ഞാലും ഞാൻ അത് ഇപ്പോഴും ഓർത്തിരിക്കും. കാരണം ഒരു 3 മാസം ട്രെയിനിങ്ങിന് പോയ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പാസ്സാവണേ. അപ്പം അതും പാസ്സായത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കണോ മാതാവും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം. ഈവൻ ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് സിംഗപ്പൂർ പോകുമ്പം ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പം എൻ്റെ ഫ്ലൈറ്റ് ഞങ്ങൾ എത്താൻ ലേറ്റായി ഗേറ്റ് ക്ലോസ് ചെയ്തു. ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു ഒന്ന് കയറ്റാൻ, കാരണം എനിക്ക് വേറെ ടൈമില്ല, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ക്യാൻസലായി പോകും. പക്ഷേ സ്റ്റാഫ് അവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ അറിയാണ് 1/2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അന്ന് ആ ഒരു ഫ്ലൈറ്റ് കിട്ടി എനിക്ക് ഡൽഹിയിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റി. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് മാതാവിൻ്റെ ഈശോൻ്റെയും വലിയൊരു അനുഗ്രഹം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കണ കുറേ വചനങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. ഈ ഒരു വചനം ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴും ഞാൻ കുറേ വട്ടം ചൊല്ലും. കാരണം ഒരു പ്രത്യേക ശക്തി എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഉടമ്പടി ജീവിതം കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈവൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സിംഗപ്പൂർ വന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിക്കണേ. കാരണം ആദ്യമായിട്ടാണ് അവിടെ ഇത്രയും വർഷത്തിലുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വിളിച്ചതും അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നത്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക ഈ നടന്നതൊന്നും എൻ്റെ മെറിറ്റിലല്ല. കാരണം ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എൻ്റെ മാക്സിമം. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പം മാതാവ് ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ടും ഗ്രേസിലും മാത്രം കിട്ടിയ ഒരു ജോലിയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു അക്കൗണ്ടൻറ്റിൽ നിന്ന് ഒരു ക്യാബിൻ ക്രൂയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈസി ആയിരുന്നില്ല. പക്ഷേ മാതാവ് ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് സാധിച്ചു. മാതാവിനും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ 100,000 നന്ദി പറയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ ക്ലാസ്സിന് പോകുമ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണെങ്കിലും ട്രെയിനിങ്ങിന് മുന്നാണെങ്കിലും അമ്മ വിളിക്കും, വീഡിയോ കോൾ ചെയ്തിട്ട് സായന പ്രാർത്ഥനയ്ക്കാണെങ്കിലും പ്രത്യക്ഷീകരണ കാലത്ത് പ്രയറിനാണെങ്കിലും അമ്മ വീഡിയോ കോൾ ചെയ്യും. അത് ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് 2.5 മണിക്കൂർ നേരത്തെ അവിടെ. എന്നാലും അമ്മ എനിക്ക് എന്നെയാണെങ്കിലും, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ആളും പുറത്താണ്, അപ്പോൾ ആളെയാണെങ്കിലും വിളിച്ച് തൈലൊക്കെ പൂശിയെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളെ വിടണേ. അപ്പോൾ അമ്മയുടെ ഒരു പ്രാർത്ഥനയും എല്ലാം കൂടെയാണ് എനിക്കൊരു ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിൻസി സെബു. ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അമ്മ 2ാമതാണ് അനുഗ്രഹിക്കണേ. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനൊരു സാക്ഷ്യം പറഞ്ഞതായിരുന്നു, അത് രോഗസൗഖ്യമായിരുന്നു. ഇന്ന് വീണ്ടും എൻ്റെ മക്കൾ അന്ന് കൂടെ ഇല്ലാത്ത കാരണമാണ് എനിക്ക് ഇന്ന് മോളുടെ കൂടെ ഇവിടെ വീണ്ടും കയറാൻ പറ്റിയത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ സർവശക്തനായ ദൈവം തിരുകുമാരൻ വഴി എനിക്ക് തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോള് ഡിഗ്രി സഹൃദയ കോളേജിൽ പഠിച്ചിരുന്ന ആ സമയത്ത് മോൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിരുന്നു. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയെങ്കിലും മോൾക്ക് ഫൈനൽ ഓഫർ ലെറ്റർ വരാൻ വൈകി. അതായത് മാർച്ചിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഓഗസ്റ്റായിട്ട് മോൾക്ക് വിളിക്കുന്നില്ല അവർ. ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ മെയിൽ അയക്കുമെങ്കിലും മോൾക്ക് കുറേശ്ശെ വിഷമമായി തുടങ്ങി. കാരണം മോളുടെ ഫ്രണ്ട്സൊക്കെ കമ്പനികളിൽ കയറി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത ചർച്ചിൽ ഞാനും മോളും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം ഞങ്ങളുടെ കൂടെ മമ്മിയും കൂടെ വന്നു. അപ്പോൾ മമ്മി കൂടെ വന്നപ്പോൾ ആൾ കുറച്ച് ഏജ്ഡാണ്. അപ്പോൾ എനിക്ക് മോളുടെ കൂടെ ഇരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, നീ എളിമപ്പെടണം, കാരണം നിൻ്റെ സാന്നിധ്യം നിൻ്റെ മമ്മിക്കാണ് ആവശ്യം, മോള് കൂടെയല്ല, നീ മമ്മിയുടെ കൂടെ ഇരുന്ന് കുർബാന കാണണം, മമ്മി ഏജ്ഡാണ്, നിൻ്റെ മോളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അന്ന് എൻ്റെ കയ്യിൽ 2 കെട്ട് കൃപാസന പത്രം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പത്രം അന്നത്തെ ദിവസം അവിടെ വന്നിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെ കുർബാനയ്ക്ക് ആളുകൾ വന്നിരുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ആ 2 കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തിട്ട് വീട്ടിലെത്തി ഒരു 6:30-7 മണിയായപ്പോൾ മോള് പറയാണ്, അമ്മ എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ്റെ ഫൈനൽ കോൾ വന്നു, ഓഫർ ലെറ്റർ വന്നു, EXL എന്ന് പറയുന്ന കമ്പനിയിൽ, കാക്കനാട് മൾട്ടിനാഷണൽ കമ്പനിയാണ്, അതിലെൻ്റെ മോൾക്ക് ജോലി കിട്ടി.
നമ്മൾ എളിമപ്പെടേണ്ട സ്ഥലത്ത് നമ്മൾ എളിമപ്പെട്ടേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കഴിവാലൊന്നുമല്ല നമുക്കൊരു സംഭവം നേടിക്കിട്ടണത്. ഈശോയുടെ കൃപ ഉണ്ടെങ്കിൽ, മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൃപാസന പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഞാൻ ഓരോ സ്ഥലത്തും കൃപാസന പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഹോണിംഗ് ബെല്ലടിക്കുമ്പോൾ ചിലർ നമ്മളെ എത്തിച്ചു നോക്കും, പക്ഷെ അവർ പത്രം മേടിക്കാൻ വരില്ല. പക്ഷെ ഞാൻ ആ വീട്ടിൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറയും, അമ്മേ ഈ പത്രം ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ നീ ഈ വീട്ടിൽ വന്നു എന്നാണ് അർത്ഥം. ഈ വീട്ടുകാരുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ സാധിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ വീടുകളിൽ നിന്ന് മടങ്ങി പോവുക. അതുപോലെ മോൾക്ക് എക്സലിൽ ജോലി കിട്ടി. ആ സമയത്താണ് മോൾക്ക് കുഞ്ഞിതിലുള്ള ആഗ്രഹമായിരുന്നു ക്യാബിൻ ക്രൂ ആവണമെന്ന്. മോള് ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂ മോള് പറഞ്ഞ പോലെ അതിനൊക്കെ തയ്യാറെടുത്തു. പക്ഷേ നമുക്ക് ഫൈനലായിട്ട് ഒരു ഡോക്ടറുടെ ലെറ്റർ വേണമായിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാനും മോളും നടക്കുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, മാതാവ് നിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ മഴവില്ലിൻ്റെ രൂപത്തിൽ നമുക്ക് തൊടാൻ പറ്റും, അത്രയും രൂപത്തിൽ ഞങ്ങൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയിച്ചു. മാതാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിൻ്റെ മോളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുള്ളതാണല്ലോ, നീ പേടിക്കേണ്ട. മോൾക്ക് അവിടുത്തെ പെർമിഷൻ ലെറ്റർ കിട്ടി. അതുപോലെ തന്നെ മോൾക്ക് ഈ മറ്റേ എക്സലിൽ ജോലി കിട്ടിയത്, അതിൻ്റെ ഓഫർ ലെറ്റർ വരണത് അതൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ മോള് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളമ്മമാർ പറയുമല്ലോ നല്ല ഹോസ്റ്റൽ എടുക്കണം, അവിടെ താമസിക്കണം. അപ്പോൾ മോള് പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടണ സാലറി എത്രയോ അതിനനുസരിച്ചുള്ള ഹോസ്റ്റലെ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മോട് പറഞ്ഞു, അമ്മേ മോള് തിരഞ്ഞെടുക്കണം, കാരണം നമുക്കറിയാം കാക്കനാട് എറണാകുളമാണ്, പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ വരുന്നതാണ്, റൂംമേറ്റ്സ് നല്ലതായിരിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ചിന്ത അതായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ നീ എൻ്റെ മോൾക്ക് ആ ഹോസ്റ്റലാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നീ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ ഞങ്ങൾ ഒരു ചൊവ്വാഴ്ച ഹോസ്റ്റൽ നോക്കാൻ പോയി. അവിടെ നോക്കിയപ്പോൾ ഒരു വാർഡിൻ്റെ റൂം തുറക്കാൻ നോക്കി, അത് കിട്ടിയില്ല. നെക്സ്റ്റ് ഡോർ തുറന്നപ്പോൾ നമ്മുടെ അമ്മ മാതാവിൻ്റെ കൃപാസന പത്രം ആ റൂമിലിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മോൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോസ്റ്റൽ അത് തന്നെയാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ മാതാവ് ഏറ്റെടുത്ത് എന്താ പറയുക, ഉടമ്പടിയുടെ ആ ഒരു ബലം നമുക്ക് തരണ ശക്തി വളരെ വലുതാണ്. അതുപോലെ ഞങ്ങൾക്കൊരു മോള് പറഞ്ഞ പോലെ എൻ്റെ ഒരു മോള് പഞ്ചാബിലാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മക്കളുടെ സമയം അനുസരിച്ച് കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എത്തിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ, സംഭവം എൻ്റെ മൊബൈലിലാണ്, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അവരുടെ നെറ്റിയാണ്. ആ നെറ്റിയുമ്പോൾ ഞാൻ വിശുദ്ധ തൈലം പൂശും. സങ്കീർത്തനങ്ങൾ 91 അധ്യായം ചൊല്ലി കേൾപ്പിക്കാൻ ഒരു 5 മിനിറ്റ് പ്രാർത്ഥന എത്തിച്ചിട്ടാണ് മക്കളെ ഞങ്ങൾ ജോലി സ്ഥലത്തേക്ക് ആയാലും പഠിക്കാനായിട്ട് വിടുന്നത്. അതുപോലെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഉടമ്പടി ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഒല്ലൂർ ഏഞ്ചൽസ് കൃപാസനം എന്ന് പറഞ്ഞിട്ട്. അതുവഴിക്ക് ഞങ്ങൾ അതിൽ ഞാൻ ചെയ്യുന്ന അത് ചെറുതായിട്ട് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതിൽ നമുക്ക് മാതാവിൻ്റെ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വെക്കുന്ന പൂക്കൾക്കോ അല്ലെങ്കിൽ മെഴുതിരിക്കോ മണം ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് മാതാവിൻ്റെ ഈശോയുടെയും പ്രസൻസ് അറിയാൻ പറ്റുന്നത് സുഗന്ധാഭിഷേകം വഴിക്കാണ്. പലരും ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിച്ച് പല പല സൗഖ്യങ്ങളും കിട്ടി. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരും ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ മോൾക്ക് സാലറി കിട്ടി തുടങ്ങി അപ്പോൾ തന്നെ ഈ എക്സലിൽ മോൾക്ക് വർക്ക് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ അവളുടെ സാലറി എടുത്ത ഒരു ഓഹരി എനിക്ക് തരും. ഞങ്ങൾക്ക് അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് എല്ലാ മാസവും ഞാനത് കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴിക്കായിട്ടും അല്ലാതെയും ഞങ്ങൾ പലർക്കും സാമ്പത്തികമായിട്ടും വസ്ത്രമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര ലൈറ്റ് വെയ്റ്റിനിങ് ആണ്. നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളത് ഏശില്ല. നമ്മൾ എന്തിനാ നമ്മൾ അവരോട് വഴക്കിടാൻ പോണേ, നമ്മൾ ഉടമ്പടിയിലാണ്. അതായത് ചില സമയത്ത് നമുക്ക് ദേഷ്യപ്പെട്ടാലും അത് നമുക്ക് എന്താ പറയുക, ഒരു ലൈറ്റ് വെയ്റ്റിനിങ് ഫീൽ ചെയ്യും. നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ ശാസിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു ബലം. ഇപ്പം ഞാൻ സിൽവറിലാണ് ഇത്രയും വർഷം. അതുപോലെ മോൾ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഉടമ്പടി കട്ട് ചെയ്യേണ്ടി വന്നു. അന്ന് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഉടമ്പടിയിലായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് കിട്ടണ ഒരു ശക്തി എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ധൈര്യമാണ് എനിക്ക്. എൻ്റെ കൂടെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മയ്ക്ക് എന്നെ വിട്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അമ്മേനെ വിട്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇൻറ്റിമസി ആയിരുന്നു എനിക്ക് അമ്മയുടെ അടുത്ത്.
അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് വീട്ടിലത്തെ എല്ലാവർക്കും ഉടമ്പടി എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതെല്ലാം എനിക്ക് സംഭവിച്ചത് നോട്ട് ബൈ ഞങ്ങളുടെ കഴിവാലല്ല, ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മാസത്തെ വഴി തേടി തന്നതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ അച്ഛൻ്റെ ഇന്ന് വരെയുള്ള വചനങ്ങൾ, നമ്മൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന വചനങ്ങൾ അപ്പം തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യും, എന്നിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇടും. പിന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ വരുന്ന ഈശോയുടെ രൂപം, അമ്മ മാതാവിൻ്റെ രൂപം, അതൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും. ഈശോനെ അറിഞ്ഞവരെ ഞാൻ കൂടുതൽ അത് ആഴപ്പെടുത്തും, അറിയാത്തവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ എന്തായാലും പോകണം. പിന്നെ ആരെങ്കിലും എന്നെ ചീത്ത പറയുകയാണെങ്കിൽ തന്നെ അത് ഞാൻ സന്തോഷത്തോടെ കേൾക്കും. കാരണം ചെറുതായിട്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റണുണ്ടല്ലോ. ഈശോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചെങ്കിൽ ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് എന്താ, അത് സന്തോഷത്തോടെ കേൾക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും ദൈവമാതാവിനും സർവശക്തനായ ദൈവത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. ബൈബിൾ വായന ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. എൻ്റെ 6ാമത്തെ സമ്പൂർണ്ണ ബൈബിൾ വായനയിലാണ് ഞാനിപ്പോൾ. ജപമാല എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ഉണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആകേണ്ട ജപമാല ഇവിടുന്ന് വെഞ്ചരിച്ച മാതാവിൻ്റെ രൂപം ജപമാലയും മാസത്തിലൊരിക്കൽ ആദ്യത്തെ ബുധനാഴ്ച ഞങ്ങൾ ആകേണ്ട ജപമാല ഓരോ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10-100 ചോറ് പൊതി ഞങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഞങ്ങൾ ആതുരാലയങ്ങളിൽ പോവും. അവരുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. പിന്നെ പേഴ്സണലായിട്ട് കുറേ പേര് എന്നെ വിളിക്കും, വിൻസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മോന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കൂടുതൽ പ്രാർത്ഥന തുടങ്ങും തോറും വീട്ടിൽ നിന്ന് കുറേശ്ശെ ചെറുതായിട്ട് ചീത്ത കേട്ട് തുടങ്ങി, നീ ഓവറാവണു, നിനക്ക് വട്ട് പിടിക്കും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. ഈശോയ്ക്ക് വേണ്ടി എന്ത് സഹിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ പ്രാപ്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. സങ്കീർത്തനം 118 25 വചനമാണ്. ഉടമ്പടിയിൽ നാം ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്, കൃപയിലാണ്. കുടുംബത്തെ രക്ഷിക്കണമെന്നും സൗഖ്യം നൽകണമെന്നും മക്കൾക്ക് നല്ല വഴി തുറന്നു കൊടുക്കണമെന്നും വിജയം നൽകണമെന്നും ജീവിതത്തിലെ വിജയവും സമാധാനവും സന്തോഷവും നൽകിയ ഒരു നല്ല ആത്മീയ ജീവിതം നൽകണമേ എന്നൊക്കെയാണ് നമ്മുടെ അപേക്ഷകൾ. ഒരുപക്ഷെ കണ്ണീരോടെ ആവാം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മിൽ പലരും ഇരിക്കുന്നത്. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വിശ്വസ്തതയുടെ ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ അടഞ്ഞ വാതിൽ തുറക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ ആലയമാണ് കൃപാസന സന്നിധി. ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യങ്ങളാണ് നാം ഈ സന്നിധിയിൽ പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. എവിടെ പോയാലും എന്തിനു പോയാലും ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കുടുംബം ഉടമ്പടിയിലാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് ഒരല്പം ലാഗായപ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പള്ളിയിൽ ചെന്നിരുന്നപ്പോൾ അമ്മ പ്രായം ചെന്ന വാർദ്ധക്യത്തിലായി അമ്മയുടെ കൂടെ ഇരിക്കണോ മകളുടെ കൂടെ ഇരിക്കണമോ എന്നുള്ള ഒരു സെലക്ഷൻ. മകളുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹം. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മൾ കൃപാസന ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ല, അമ്മയുടെ ഇഷ്ടമാണ് നോക്കുന്നത്. ആ പരിശുദ്ധ അമ്മയുടെ ആ ഉൾപ്രേരണയാലാണ് അമ്മയുടെ കൂടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയുടെ കൂടെ പോയിരിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഒരു ഉൾപ്രേരണ കിട്ടുകയാണ് പത്രം കൊടുക്കാനും ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും പിന്നീടാണ് അത്രയും നല്ല ഡിലേ ആയിരുന്ന ഒരു ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞുള്ള സെലക്ഷനും ഈ മകൾക്ക് കിട്ടുന്നത്. അതും ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഉൾപ്രേരണ നമ്മൾ അമ്മയോട് സംസാരിക്കുകയും അമ്മ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെയുണ്ട്. അവരുടെ നാട്ടിൽ ഒരു ഗ്രൂപ്പിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാണ്, ഉടമ്പടി മക്കളുടെ ഒരു ഗ്രൂപ്പാണ്. അവരെല്ലാവരും ഒന്നിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും വീടുകളിൽ ഫുഡ് ഉണ്ടാക്കി ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക്, ഭക്ഷണം ഇല്ലാത്തവർക്ക് വിതരണം ചെയ്ത് ഈശോയ്ക്കും അമ്മയും മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെയെല്ലാം ജീവിതത്തെ നാം കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സഹനമല്ല. സഹനമുണ്ടെങ്കിൽ തന്നെയും അവിടെ ശക്തിയുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ഉറപ്പാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും
നമുക്കും അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണം. ഏത് രീതിയിലും ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ കാരുണ്യം കൃപയും അനുഗ്രഹിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, അതായത് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി നൽകിയ ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നമ്മൾക്ക് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുവാനുള്ള വലിയ കൃപ തിരുകുമാരനിൽ നിന്ന് നേടിത്തന്നതിനെ ഓർത്ത് ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദികൾ പറയുന്നു. എൻ്റെ പേര് സിമി വിനോദ്. പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ ഹസ്ബൻഡ് വീട്. ഞങ്ങളിപ്പോൾ എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന ദേശം ചങ്ങനാശ്ശേരിയാണ്. അവിടെ സെൻറ്റ് ഫ്രാൻസിസ് ഫൊറൈൻ ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് നൽകിയ സാക്ഷ്യം, ആദ്യം ഞാൻ 2024 ജൂലൈ 24 ഉടമ്പടി എടുത്തത്. അന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ വലിയൊരു രോഗസൗഖ്യം പരിശുദ്ധ അമ്മ തിരുകുമാരൻ്റെ കൈകളിൽ നിന്ന് എനിക്ക് നേടിത്തന്നു. വെഞ്ചിരിച്ച തൈലവും ഉപ്പും പിന്നെ അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും എനിക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തന്ന് എനിക്ക് വലിയൊരു സൗഖ്യം, വീണു പോകാമായിരുന്ന എന്നെ ഇവിടെ എഴുന്നേറ്റ് നിർപ്പിച്ച് സാക്ഷ്യം പറയുവാനുള്ള വലിയൊരു കൃപ എനിക്ക് അന്ന് നേടിത്തന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതലാണ് എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാനുള്ള കൃപകൾ അമ്മ നേടിത്തന്നത്. പിന്നീട് അവിടെ തുടങ്ങി ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യം കൂടെയിരുന്ന് അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തുന്ന വിധങ്ങൾ, ഞങ്ങളിലേക്ക് സഹായവുമായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, കൃപാസനം പത്രം നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യമാണെന്ന് പലപ്പോഴും അച്ഛൻ പറയാറുണ്ട്. മിക്കവാറും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വീണ്ടും ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത്, ഞങ്ങളുടെ സ്ഥലം അത് വിൽക്കുവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുവായ വെഞ്ചിരിച്ച ഉപ്പ് ആ സ്ഥലത്തിൻ്റെ 4 അതിരുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അമ്മ മനസ്സിലൊരു സന്ദേശം നൽകി. ഈ സ്ഥലം ഞങ്ങളുടെ മുൻപിലുള്ള ഒരു വീട്, അവിടെ കുറച്ച് വില്ലകളാണ്, അവിടെയുള്ള ഒരാൾ വാങ്ങിക്കുമെന്നൊരു സന്ദേശം നൽകി. എങ്കിലും ഞാൻ ആ വസ്തുവിൻ്റെ ആധാരവുമായി ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ ബ്ലെസ് ചെയ്തു പ്രാർത്ഥിച്ചു. അമ്മയുടെ കാശുരൂപം നൽകി. അത് അമ്മയുടെ കാശുരൂപം ആ മണ്ണിൽ സ്ഥാപിച്ച് ആ സ്ഥലം അമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരടയാളം തരണമേ എന്ന്. ഞാൻ ഈ പള്ളി വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഒരു ബ്രോക്കർ ഞങ്ങളെ വിളിച്ചു. ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ആ സമയം ഞങ്ങളത് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രോക്കർ പറഞ്ഞു ആ വില കിട്ടുവാനുള്ള ചാൻസ് തീരെ കുറവാണെന്ന് പറഞ്ഞു. വീണ്ടും വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ ഈശോപ്പയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഞാനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്, ഞാൻ എല്ലാം സംസാരിക്കുന്നത് എൻ്റെ ഈശോപ്പയോടാണ്. എനിക്ക് വചനത്തിലൂടെ ഞാൻ എന്ന മകള് എന്താണെന്നറിയാവുന്ന എൻ്റെ അപ്പ വചനത്തിലൂടെ ലളിതമായ രീതിയിൽ ഞാൻ എന്ത് വാക്ക് വെച്ചാണോ ചോദിച്ചത് അതേ വാക്ക് തന്നെ നൽകി എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അത് നേരത്തെ മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയ കാര്യമാവട്ടെ ഞാൻ എൻ്റെ ഈശോപ്പയോട് ചോദിച്ച് എന്നും സംസാരിക്കുമായിരുന്നു. വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഈശോപ്പയോട് ചോദിച്ചു. കാരണം ഇതെൻ്റെ അപ്പൻ എനിക്ക് ദാനമായി, എൻ്റെ ഈശോപ്പ ദാനമായി നൽകിയ സ്ഥലമാണ്. ഒരു സ്ഥലത്തിനു വേണ്ടി ആഗ്രഹിച്ചു. അപ്പാ, നീ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഒരു നുള്ള സ്ഥലം എനിക്ക് നൽകണമെന്ന് ഞാൻ
ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈശോപ്പ വാങ്ങിച്ച് നൽകിയ സ്ഥലമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഏത് വിലയ്ക്കാണ് ഈ സ്ഥലം വിൽക്കേണ്ടതെന്ന്. 2 പ്രാവശ്യവും ഞങ്ങളുടെയും എൻ്റെ ഹസ്ബൻഡേയും മനസ്സിലൊരു വില നൽകി. വീണ്ടും ആ ഒരു വില തന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ വിലയുമായി നമുക്ക് മുൻപോട്ട് പോകാം. ഇതിൽ നിന്ന് ഞാൻ ഈശോയോട് പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ കുറക്കുകയില്ല. കാരണം എനിക്കറിയാം ഇത് എൻ്റെ ഈശോപ്പ കാണിച്ച വിലയാണ്. അതെൻ്റെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. ആ തുകയ്ക്ക് തന്നെ ഈ സ്ഥലം വിൽക്കുവാൻ സാധിക്കും. അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ അന്ന് വിളിച്ച ആ ബ്രോക്കർ വിളിച്ചു. ഞാൻ ഈ വിലയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ബ്രോക്കർ പറഞ്ഞു, ഈ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വില്ലയിൽ ഒരാൾ ആ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് എനിക്ക് അമ്മ നൽകിയ സന്ദേശവും അത് തന്നെയായിരുന്നു. ആ തുകയ്ക്ക് തന്നെ ആ സ്ഥലം വിൽക്കുവാൻ ഉള്ള തീരുമാനമായി. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി എന്ന ദേശം, എൻ്റെ അപ്പൻ ഒരു പരിചയവുമില്ലാത്ത സ്ഥലം എൻ്റെ അപ്പൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പ ഈ സ്ഥലം വിൽക്കുമ്പോൾ പുതിയൊരു സ്ഥലം എനിക്ക് പള്ളിയുടെ അടുത്ത്, ഞാനതെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു വീട് തരുവാണെങ്കിൽ, ഒരു സ്ഥലം തരുവാണെങ്കിൽ പള്ളിയുടെ അടുത്ത് തരണം. എനിക്ക് വിശുദ്ധ ബലിയിൽ ആരെ ആശ്രയിക്കാതെ വരുവാനുള്ള, കാരണം എനിക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ അങ്ങനെയുള്ള അതിനുള്ളൊരു ധൈര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് മുതൽ എനിക്ക് ഈ ചങ്ങനാശ്ശേരി എന്ന ദേശം നൽകിയപ്പോൾ അന്ന് മുതൽ മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെയുള്ള കൃപ നൽകി. അതുമാത്രമല്ല, ആ സ്ഥലത്തിൻ്റെ മുൻപിൽ മാതാവിൻ്റെ ഒരു കുരിശടിയുണ്ട്. അത് അമ്മയുടെ സാന്നിധ്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പ നൽകിയ സ്ഥലം മറ്റൊരാളുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്ഥലം അപ്പ വാങ്ങിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ ഒരു മാസം തന്നെ എനിക്കത് വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവിടെയൊക്കെ റോഡ് സൈഡ് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് പോയാലും 1 സെൻറ്റിന് 4.5, 5 ഒക്കെയാണ്. ഞങ്ങൾ ഒത്തിരി സ്ഥലം പോയി കണ്ടു. ആ ഒരു റേറ്റാണ് പറയുന്നത്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ ഒരു സ്ഥലം എത്ര തുകയ്ക്കാണോ വിറ്റത് അതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ആ ഒരു വിലയ്ക്ക് തുല്യമായി ഒരു 7 സെൻറ്റ് സ്ഥലം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അധികമായി നൽകുന്ന സ്വർഗീയ പിതാവ് 10 സെൻറ്റ് സ്ഥലം ആ തുകയ്ക്ക് അടുപ്പിച്ച് തന്നെ വാങ്ങുവാനുള്ള കൃപ നൽകി. അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ കരമടച്ച റെസിപ്റ്റ് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് കിട്ടിയത്. അത് വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈശോ അപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വീണ്ടും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മകളും ഉടമ്പടി ജീവിതത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉടമ്പടി വന്നു പുതുക്കിയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അവൾ വന്നില്ല. വീണ്ടും ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു കാറ് വാങ്ങിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ പള്ളിയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു വാഹനം വാങ്ങിക്കുവാൻ, ഒരു കാറ് വാങ്ങിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്. അന്നും അമ്മ ഞങ്ങൾക്കൊരു വാഹനം കാണിച്ചു തന്നു. അത് മനസ്സിൽ ഞങ്ങളത് വെച്ചിട്ട് മുന്നോട്ട് പോയി. ഈ വർഷമായപ്പോഴേക്കും വീണ്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കാണിച്ചു തന്ന വാഹനം അത് വാങ്ങിക്കുവാൻ ഞങ്ങൾക്ക് വഴികളൊന്നുമില്ല, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴും ഈശോയോട് ചോദിച്ചു, ഈശോയെ ഏത് വാഹനമാണ്, അമ്മ ഇങ്ങനെ ഒരു വാഹനം കാണിച്ചു തന്നിട്ടുണ്ട്, ഏത് വാഹനമാണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടതെന്ന്. വീണ്ടും അപ്പ നീ ഒന്ന് ഉറപ്പ് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും അമ്മ കാണിച്ചു തന്ന അതേ വാഹനം തന്നെയാണ് ഈശോയും ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ കാര്യങ്ങൾ വാങ്ങിക്കുവാനുള്ള വഴികളൊക്കെ അമ്മ തുറന്നു തന്നു. വീണ്ടും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ പ്രേക്ഷിത ജീവിതമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആദ്യമൊക്കെ എനിക്ക് ഉടമ്പടി ജീവിതം ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഈശോപ്പയും പരിശുദ്ധ അമ്മയും
ആഗ്രഹിച്ചതുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, ഞാൻ എന്ന കുറവുള്ള മകള് എന്നെ നിറവുള്ള ഒരു മകളാക്കി മാറ്റാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് നൽകി ദേശത്ത് പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ കാണിച്ചു തരുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റി. പത്രം വാങ്ങിച്ച് റോഡുകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, നമ്മളുടെ ജീവിതം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിലും ദൈവം അത് നൽകും. പക്ഷേ കൃപയുണ്ട്, അത് ദൈവം നമ്മൾക്ക് നൽകുന്ന ദാനമാണ്. കാരണം വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ ഒരു കൃപ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അവരിലൂടെ നമ്മൾക്കത് കാണുവാൻ സാധിക്കും. പലപ്പോഴും പത്രം ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ അപ്പൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ഈശോപ്പ ഞാൻ എന്തിങ്ങനെ കരയുന്നേ? കാരണം എൻ്റെ മനസ്സിൽ അപ്പോഴും ഈശോയെ, ഇവരെല്ലാവരും നിന്നെ അറിയണം, നീ എന്ന ഏക സത്യദൈവത്തെ അറിഞ്ഞ് ഈശോയെ നിന്നിലേക്ക് ഇവരെല്ലാവരും വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. അത് നമ്മൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോവണി പരിശുദ്ധ അമ്മയാണ്. അത് നമ്മൾക്ക് പരിശുദ്ധമായ കൃപാസനം എന്ന ഈ പുണ്യഭൂമി തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ഗ്ലാസ് പച്ചവെള്ളം എൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ നമ്മുടെ ജീവിതം എല്ലാ തരത്തിലും നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ നമ്മളോട് പറഞ്ഞത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഞാൻ ഈശോയോട് പറയും, അപ്പാ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ നീ എനിക്ക് നൽകിയ, നിന്നെ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ മുഴുവനും വചനത്തിലൂടെയാണ്. ആ വചനം സോഷ്യൽ മീഡിയ വഴിയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഞാൻ ഈശോയോട് പറയും, അങ്ങയുടെ സേവകാത്മാക്കളായ കോടാനുകോടി മാലാഖമാരുടെ കരങ്ങളിൽ ഈ വചനങ്ങളെല്ലാം കൊടുത്ത് ലോകമെങ്ങും പോയി സുവിശേഷം, ഈ വചനം അവരിലൂടെ ലോകമെങ്ങും പോയി വിതരണം ചെയ്യുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് എന്നെ ഈശോ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ച ഒത്തിരി വചനങ്ങളുണ്ട്. അതെല്ലാം ഏറ്റുചൊല്ലി എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കണ്ടുമുട്ടുന്ന ആൾക്കാരിലൊക്കെ വചനം പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഈ മണ്ണ് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്, അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യങ്ങൾ. അത് കേൾക്കുക മാത്രമല്ല, അത് ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും അല്ലാതെയും ഞാൻ ഷെയർ ചെയ്തു. അതുമാത്രമല്ല, അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം ഓരോ സാക്ഷ്യങ്ങളും നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് നൽകുന്ന വലിയൊരു അറിവുകളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ ആരും മുടക്കരുതെന്ന് ഞാൻ പറയുന്നു. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരിലേക്ക് സഹായം എത്തിക്കാറുണ്ട്. പിന്നെ പുവർ ഹോമിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അതെന്താണോ ഭക്ഷണമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാകട്ടെ, അത് ചെയ്യുവാനുള്ള കൃപ നൽകിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ. അതുകൂടാതെ വഴി ഓരങ്ങളിൽ ആരുമില്ലാത്ത മക്കൾക്ക് അവർക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുവാൻ ആ ഒരു കൃപയും നൽകിയിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് സഹായം, ഏറ്റവും വലിയത് മധ്യസ്ഥ പ്രാർത്ഥന.
ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയുടെ കീഴിൽ ഞാൻ പറയും, അമ്മേ ഞാനിത് അമ്മയുടെ കാൽ കീഴിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത് അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ കുറവുകൾ കഴുകി വിശുദ്ധിയോടെ കൊടുക്കണമേ. അത് അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പള്ളിയിലെ കാരുണ്യ പ്രവർത്തികളിൽ ഭാഗമാകാറുണ്ട്. അതുകൂടാതെ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം മറ്റുള്ളവരുടെ അടുക്കൽ ഈശോയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അനുഭവിച്ച നമ്മുടെ അപ്പൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓരോ നിമിഷവും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ഈശോ നൽകിയിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണ്. ഞാൻ അവരോട് എന്നും എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ ഈശോയെക്കുറിച്ച് മാത്രമാണ്. അല്ലാതെ ഞാൻ അവരോട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും കൂടുതൽ എൻ്റെ ഈശോയെക്കുറിച്ച് വചനം വായിച്ചത് ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു 6 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാന ഓരോ പ്രാർത്ഥനയും എന്താണെന്ന് വ്യക്തമാകുന്ന തരത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് ലഭിച്ചു. ഞാൻ ഇതിലൊക്കെ എൻ്റെ ഈശോയുടെ സ്നേഹമാണ് അനുഭവിച്ചറിയുന്നത്. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഈശോയോട് പറയണം, ഈശോയെ ഈ ഒരു ഗ്ലാസ് വെള്ളം നിൻ്റെ നാമത്തിൽ ഞാൻ കുടിക്കുന്നു, അതിനുള്ള കൃപ എനിക്ക് നൽകിയതിന് നിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ദിവസം നമ്മൾക്ക് എത്ര കാര്യങ്ങൾ പറഞ്ഞ് ഈശോയുടെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ മനസ്സ് മുഴുവനും പ്രാർത്ഥനയിലായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കൂടാതെ നമ്മുടെ ജോലി സമയങ്ങളൊക്കെ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇത് കൂടാതെ ബൈബിൾ വായന, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഒത്തിരി എനിക്ക് തോന്നുന്നു 500 അധികം വചനങ്ങൾ എൻ്റെ ഈശോപ്പ പരിശുദ്ധാത്മാവ് നൽകി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഏറ്റുചൊല്ലും. അത് ജോലിയുടെ സമയത്തല്ലാതെ ഒക്കെ ഞാൻ ഏറ്റുചൊല്ലും. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കുടുംബ പ്രാർത്ഥന, ജപമാല ഇതൊക്കെ ചൊല്ലി അതെല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കരുണയുടെ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ വിശുദ്ധ ബലിയിൽ നേരത്തെ പങ്കെടുക്കാൻ പള്ളിയിൽ നേരത്തെ ചെല്ലും. കുറച്ച് നേരം, അത് ചിലപ്പോൾ ആദ്യം ചെല്ലും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ എൻ്റെ ഈശോയോട് കൂടെ ഇരിക്കും. അവിടെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും എനിക്ക് നിശബ്ദതയാണ് അവിടെ വരുന്നത്. കാരണം എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എപ്പോഴും കുറവുകളോടുകൂടി ആയിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൃപകൾ കിട്ടുന്നത്. ഒരിക്കൽ കൂടി ഇത്രയും വലിയൊരു അനുഗ്രഹങ്ങൾ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചതിനെ ഓർത്തും വീണ്ടും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഓർത്തും പരിശുദ്ധമായ ആൾത്താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവേറ്റവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9:8 വചനമാണ്. സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. മകൾ പ്രാർത്ഥിച്ചത് കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും മഹത്വപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മകളുടെ ജീവിതത്തിൽ. ഉടമ്പടിയിൽ വിശദീകരിച്ച് ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്കാണ് ഒരു പ്രേരണ ഈ മകൾക്ക് ലഭിക്കുകയും സുവിശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ആ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും അങ്ങനെ സുവിശേഷ വചന പ്രഘോഷണം നടത്തുവാനുള്ള കൃപ ലഭിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ കൂടെയുള്ള ആ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യമാണ് സിമി നമ്മളോട് ഷെയർ ചെയ്തത്.
എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. അമ്മയുടെ കരുതലും സംരക്ഷണവും വാത്സല്യവും നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾക്കായി കാരുണ്യപ്രവർത്തികൾക്കായി ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുവാനുള്ള ഒരു വലിയ വാതിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുറന്നു കൊടുക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടുവാനുള്ള ആ വാതിൽ. ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുഗ്രഹിക്കുമെന്നും തക്ക സമയത്ത് ഇടപെടുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും. 1 Corinthians 9:8 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. ആ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ദൈവത്തെ നമ്മുടെ കിട്ടുന്ന ആ കൃപയിലൂടെ നമുക്കും ആ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സിമിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും വാഹനം മേടിക്കുവാനും സ്ഥലം വിൽക്കുവാനും മേടിക്കുവാനുമുള്ള